أعوذ بالله من الشيطان الرجيم. فدعا ربه أن هؤلاء قوم مجرمون فأسر بعبادي ليلا إنكم متبعون واترك البحر رهوا إنهم جند مغرقون كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منظرين ولقد نجينا بني إسرائيل من العذاب المهين من فرعون إنه كان عاليا من المسرفين ولقد اخترناهم على علم على العالمين وآتيناهم من الآيات ما فيه بلاء مبين صدق الله العلي العظيم. നമ്മുടെ ഈ ഒക്ടോബർ 18-ാം തീയതി നടക്കാനിരിക്കുന്ന ഖുർആൻ ക്വിസിലെ 3 സൂറത്തുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ മൂന്നാമത്തെ സൂറത്ത് ദുഖാനാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ പഠിക്കാൻ തുടങ്ങിയത്. ഇന്നത്തോടു കൂടി ഇത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച സ്റ്റഡി ലീവാണ്. ഗ്രൂപ്പ് വൈസ് പഠിക്കാനൊക്കെ ഉള്ള ഒരു അവസരമാണ്. പിറ്റത്തെ വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് ഇതേ സമയത്താണ് നമ്മുടെ ക്വിസ് പ്രോഗ്രാം നടക്കുക. ഈ സൂറത്ത് ദുഖാനിൽ ഇതിന്റെ തുടക്കത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ അവതരണം നടന്ന ആ ലൈലത്തുൽ ഖദറിനെ കുറിച്ചാണ് വിവരിച്ചത്. ആ ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത, അതിന്റെ ശ്രേഷ്ഠത, ഇതെല്ലാം നമ്മൾ വിവരിക്കുകയുണ്ടായി. പിന്നീട് മൂസ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് വിവരിക്കാൻ തുടങ്ങിയത്. മൂസ നബി അലൈഹിസ്സലാമിന് 2 ദൗത്യമാണ് ഉണ്ടായിരുന്നത് എന്ന് നാം പറഞ്ഞു. ഒന്ന്, ഈജിപ്തിലെ ഭൂരിപക്ഷ ജനതയും അവിടുത്തെ അധികാരി വർഗവുമായ കോപ്റ്റിക്കുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, ഫിറഔനെയും അവന്റെ കൂട്ടരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. അവർ ഇസ്ലാം സ്വീകരിച്ചാൽ പിന്നീട് രണ്ടാമത്തെ പ്രശ്നം തന്നെ, രണ്ടാമത്തെ ദൗത്യത്തിന്റെ ആവശ്യകത തന്നെ ഉണ്ടാവുകയില്ല. അഥവാ ഈജിപ്തിലെ ഭൂരിപക്ഷ ജനതയുടെ പീഡനങ്ങൾക്ക് വിധേയരായിക്കൊണ്ട് ജീവിക്കുകയായിരുന്നു അന്നത്തെ മുസ്ലിം സമുദായം. ബനി ഇസ്രായേൽ എന്നാണ് അവർക്ക് അറിയപ്പെട്ടിരുന്നത്. ഇസ്രായേൽ സമുദായം, ഇസ്രായേൽ സന്തതികൾ. ആ പേര് വരാനുള്ള കാരണം യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ഒരു പേരായിരുന്നു ഇസ്രായേൽ എന്നത്. നമ്മൾ അറബിയിൽ അബ്ദുള്ള, മലയാളത്തിൽ ദൈവദാസൻ എന്നൊക്കെ പറയുന്ന ആ പദത്തിന്റെ അവരുടെ ഭാഷയിലെ പദമാണ് ഇസ്രായേൽ. പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്, കുറച്ച് മുന്നേ കേൾക്കുന്നില്ലേനു. മീറ്റിംഗ് ലീവായതാണ്. ഓക്കെ, അപ്പോ
ഈ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്തതി പരമ്പര, അതോടൊപ്പം ആ സന്തതി പരമ്പരയിലാണ് പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. 10-ലധികം പ്രവാചകന്മാർ ആ പരമ്പരയിൽ വന്നിട്ടുണ്ട്. ഖുർആനിൽ പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാരിൽ പകുതിയിലധികവും ആ പരമ്പരയിൽ വന്നിട്ടുള്ളവരാണ്. അത് യാക്കൂബ് നബിയുടെ സന്തതി പരമ്പരയിൽ ആദ്യത്തെ പ്രവാചകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം, അവസാനത്തേതാണ് ഈസ നബി അലൈഹിസ്സലാം. അപ്പൊ ഈ യാക്കൂബ് നബിയുടെ സന്തതി പരമ്പരയിൽ വന്ന പ്രവാചകന്മാരാൽ, ആ പ്രവാചകന്മാരിൽ വിശ്വസിച്ചവർ, ഇവർക്കെല്ലാം കൂടി പറയുന്ന പേരാണ് ബനി ഇസ്രായേൽ അഥവാ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായം. ഈ മുസ്ലിം സമുദായം അവിടെ ഈജിപ്തിലെ ഭൂരിപക്ഷ ജനതയാൽ അടിച്ചമർത്തപ്പെട്ട് കൊണ്ടാണ് ജീവിച്ചിരുന്നത്. ആ ഭൂരിപക്ഷ ജനത ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി അവിടുത്തെ മുസ്ലിങ്ങൾ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇപ്പൊ ഇന്ത്യയില് നരേന്ദ്രമോദിയും അമിത്ഷായും ഇവിടുത്തെ ഭരണകക്ഷിയിൽപ്പെട്ട എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രശ്നം തന്നെ ഇല്ലല്ലോ. അഥവാ അവർ ഇസ്ലാം സ്വീകരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ഈജിപ്തിലെ ഈ ന്യൂനപക്ഷമായ ഇസ്രായേൽ സമുദായത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഫലസ്തീനിലേക്ക് പലായനം ചെയ്യുക. ഇതാണ് മൂസാ നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ദൗത്യം. ആദ്യത്തെ ശ്രമത്തിൽ ഒരു വിജയവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, മൂസാ നബി അലൈഹി സ്വലാമിനെ വധിക്കാൻ വേണ്ടി ഫിറഔൻ അവന്റെ ദർബാറിൽ ഗൂഢാലോചന നടത്തുകയാണ് ഉണ്ടായത്. ആ സന്ദർഭത്തിലാണ് ഫിറഔൻ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു സത്യവിശ്വാസം അതുവരെ മറച്ചു വെച്ചുകൊണ്ടിരുന്ന ഒരാൾ രംഗത്ത് വന്നുകൊണ്ട് ഫിറഔനെയും അവന്റെ അധികാരി വർഗത്തെയും ഒക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അല്ലാഹു തആല നിയോഗിച്ച പ്രവാചകനെ വധിക്കാനുള്ള ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറണമെന്ന് അവരെ താക്കീത് ചെയ്യുകയും ഒക്കെ ചെയ്ത ദീർഘമായ പ്രഭാഷണം, അത് സൂറത്തുൽ മുഅ്മിൻ എന്നും ഗാഫിർ എന്നും പേരുള്ള സൂറത്തിലാണ് ആ സംഭവം ഉള്ളത്. ആ സൂറത്തിലെ ഏറിയ പങ്കും അതാണ്. അദ്ദേഹത്തിന്റെ പേരിനോട് ചേർത്തുകൊണ്ടാണ് മുഅ്മിൻ. ഫിറഔൻ കുടുംബത്തിലെ തന്റെ സത്യവിശ്വാസം മറച്ചു വെച്ചിരുന്ന ഒരു മുഅ്മിൻ രംഗത്ത് വന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേരാണ് സൂറത്തിൽ തന്നെ വന്നിട്ടുള്ളത്. ഇങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിനെ വധിക്കാൻ അവൻ ഗൂഢാലോചന നടത്തുന്നു, വധിക്കാൻ അവൻ തീരുമാനിക്കുന്നു എന്നറിഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാം ദുആ ചെയ്തു അള്ളാഹുവിനോട്. ആ ദുആ ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അവസാനമായി എത്തിയത്. മൂസാ നബി അലൈഹി സ്വലാം വഇന്നി ഉഅ്തു ബിറബ്ബി വറബ്ബിക്കും അൻ തർജുമൂൻ, എന്റെ റബ്ബിനോട് എന്നെ വധിക്കാനുള്ള ഈ ഉദ്യമത്തിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. ഈ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹിസ്സലാം ആ ജനതക്കെതിരെ ദുആ ചെയ്തു. ആ ജനതയെ നശിപ്പിക്കാനും ശിക്ഷിക്കാനും മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ 25ഓളം പ്രവാചകന്മാരുടെ നാമങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒരു 10ഓളം പ്രവാചകന്മാരുടെ ഏതാണ്ട് സവിസ്തരമായ പ്രതിപാദനം തന്നെ അവരുടെ പ്രബോധന കാലഘട്ടത്തിലേത് ഖുർആനിലുണ്ട്. പക്ഷെ ഈ പ്രവാചകന്മാരിൽ സ്വന്തം ജനതക്കെതിരെ ദുആ ചെയ്ത രണ്ട് പ്രവാചകന്മാരാണ് ഉണ്ടായിരുന്നത്. അതൊന്ന് മൂസാ നബി അലൈഹിസ്സലാമാണ്, മറ്റൊന്ന് നൂഹ് നബി അലൈഹിസ്സലാം ആണ്. പ്രവാചകന്മാർ നമുക്കറിയാം തങ്ങളുടെ ജനതയോട് അങ്ങേയറ്റം ഗുണകാംക്ഷ പുലർത്തുന്നവരായിരുന്നു. അവർ വന്നുകൊണ്ട് പറഞ്ഞത് തന്നെ ഇന്നി ലക്കും റസൂലുൻ അമീൻ, ഞങ്ങൾ നിങ്ങൾക്ക് വിശ്വസ്തരായ പ്രവാചകന്മാരായിരുന്നു, നാസിഹുൻ അമീൻ, അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയുള്ളവരാണ് എന്നൊക്കെയാണ്. പക്ഷേ അളമുട്ടിയാൽ അട്ടയും കടിക്കും എന്ന് മലയാളത്തിൽ പറയുന്നത് പോലെ ഇത് പ്രവാചകന്മാർ തന്നെ തങ്ങളുടെ ജനതക്കെതിരെ ദുആ ചെയ്ത അനുഭവവും ഖുർആനിലുണ്ട്. പക്ഷെ രണ്ട് പ്രവാചകന്മാർ മാത്രമാണ് അത് ചെയ്തത്. അതിലൊന്ന് മൂസാ നബി അലൈഹിസ്സലാമാണ്, മറ്റൊന്ന് നൂഹ് നബി അലൈഹിസ്സലാമാണ്.
നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതക്കെതിരെ നടത്തിയ ദുആ സൂറത്ത് നൂഹിൽ കാണാൻ സാധിക്കും. 950 കൊല്ലക്കാലത്തെ പ്രബോധനത്തിന് ശേഷമാണ്, യാതൊരു ഗത്യന്തരവുമില്ല എന്ന് ബോധ്യപ്പെട്ട ശേഷം, റബ്ബി ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ, നാഥ നീ ഈ സത്യനിഷേധികളുടെ ഒരൊറ്റൊന്നിന്റെ വീടും ഈ ഭൂമിയിൽ ബാക്കി വെച്ചേക്കരുത്. റബ്ബി ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ ഇന്നക ഇൻ തദർഹും, നീ അവരെ ഇനിയും ജീവിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ, അവരെ വിട്ടു കഴിഞ്ഞാൽ, ഇന്നക ഇൻ തദർഹും ലം യലിദു ഇല്ലാ ഫാജിറൻ കഫാറ, അവരോ വിശ്വസിക്കുകയില്ല, നന്നാവുകയില്ല. എന്നാൽ അവരുടെ വരും തലമുറയിൽ പോലും പ്രതീക്ഷയർപ്പിക്കാൻ നിർവാഹമില്ലാത്ത വിധം, ലം യലിദു ഇല്ലാ ഫാജിറൻ കഫാറ, തെമ്മാടികളും സത്യനിഷേധികളുമായ ഒരു വിഭാഗത്തെ അല്ലാതെ അവർ ജനിപ്പിക്കുക പോലുമില്ല. അഥവാ അവരിൽ ജനിക്കുന്നവരെ പോലും അവർ തെമ്മാടികളാക്കിക്കൊണ്ടാണ് വളർത്തുക. അതുകൊണ്ട് ഒരൊറ്റൊന്നിനെയും വിട്ടേക്കരുത്, ഒരു വീടും ബാക്കി നിർത്തരുത് എന്ന് നൂഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതും പ്രളയത്തിലൂടെ മുക്കി നശിപ്പിക്കുകയും ചെയ്തത്. ഇതേ ദുആ മൂസാ നബി അലൈഹിസ്സലാം നടത്തി. സൂറത്ത് യൂനുസ് 78-ാമത്തെ ആയത്തിൽ അത് നമുക്ക് കാണാം. വഖാല മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, റബ്ബനാ ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തി ദുനിയാ, നാഥ നീ ഫിർഔനും അവന്റെ പ്രഭുക്കന്മാർക്കും പ്രമാണിമാർക്കുമെല്ലാം ധാരാളം സമ്പത്തും സൗകര്യങ്ങളും നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു ഈ ഐഹിക ജീവിതത്തിൽ. റബ്ബനാ ലിയുദില്ലു അൻ സബീലിക്, നാഥ നിന്റെ ദാസന്മാരെ, നിന്റെ സൃഷ്ടികളെ നിന്റെ നേരായ മാർഗത്തിൽ നിന്ന് തടയാൻ വേണ്ടിയാണോ നീ ഇതെല്ലാം നൽകിയിട്ടുള്ളത്? അഥവാ അവരെ നേരായ മാർഗത്തിൽ നിന്ന് തടയാനാണ് ഈ ഫിറഔനും കൂട്ടരും നീ നൽകിയിട്ടുള്ള ഈ നിഅമത്തുകൾ ഉപയോഗപ്പെടുത്തുന്നത്. റബ്ബന തുമിസ് അലാ അംവാലിഹിം, അതുകൊണ്ട് റബ്ബേ അവരുടെ സമ്പത്തിനെ നീ നശിപ്പിക്കണമേ. വഷ്ദുദ് അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾ നീ കഠിനമാക്കി തീർക്കണമേ. ഫലാ യുഅ്മിനു ഹത്താ യറൗൽ അദാബൽ അലീം, കഠിനമായ ശിക്ഷ നേരിൽ കാണുന്നത് വരെ ഒരിക്കലും വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത വിധം അവരുടെ ഹൃദയങ്ങളെ നീ കടുപ്പിക്കണമേ എന്ന് മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു പോയി. അങ്ങനെയാണ് അല്ലാഹു തആല മൂസാ നബിക്ക് ഉത്തരം നൽകുന്നത്. ഖാല ഖദ് ഉജീബത് ദഅവതുകുമാ, മൂസാ നബിയും സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാമും കൂടിയാണ് ഈ ദുആ ചെയ്യുന്നത്. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളുടെ ദുആക്ക് നാം ഉത്തരം നൽകിയിരിക്കുന്നു. എന്നിട്ട് അവരോട് അല്ലാഹു തആല കൽപ്പിച്ചു, വഔഹൈനാ ഇലാ മൂസ അൻ അസ്രി ബിഇബാദി ഇന്നകും മുത്തബഊൻ. സൂറത്ത് ശുഅറയിലാണ് ഈ ആയത്തുള്ളത്. മൂസാ നബിയുടെ ദുആ ഉദ്ധരിച്ചിട്ടുള്ളത് സൂറത്ത് യൂനുസിലാണ്. ഇവിടെ മൂസാ നബിക്ക് നാം വഹിയ നൽകി, അൻ അസ്രി ബിഇബാദി, എന്റെ ദാസന്മാരുമായി ഈജിപ്തിൽ നിന്ന് ഹിജറ ചെയ്യുക, പലായനം ചെയ്യുക. പ്രയാണത്തിനാണ് ഇസ്ര എന്ന് പറയുക. നമുക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ര മിഅ്റാജ് രാത്രിയാണ്. അതുകൊണ്ടാണ് അസ്രി ബിഇബാദി, രാത്രി എന്റെ ദാസന്മാരുമായി പലായനം ചെയ്യുക. ഇന്നകും മുത്തബഊൻ, തീർച്ചയായും നിങ്ങൾ പിന്തുടരപ്പെടുന്നതാകുന്നു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ഇസ്രായേൽ സമുദായവുമായി രായ്ക്ക് രാമാനം ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്തു. ഇവിടെ നാം ചിന്തിക്കേണ്ട കാര്യം, മൂസാ നബിയോടൊപ്പം 7 ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാം ഉൾപ്പെടെ 8 ലക്ഷം, അങ്ങനെ 15 ലക്ഷം വരുന്ന ഒരു ജനസഞ്ചയവുമായാണ് മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്യുന്നത്. 15 ലക്ഷം എന്നാൽ നമ്മളെ, പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ ജീവിക്കുന്ന, കേരളത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല.
പക്ഷേ ആ കാലഘട്ടത്തിൽ 15 ലക്ഷം എന്നത് ഒരു വലിയ ജനസംഖ്യയാണ്. ആ കാലത്ത് ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൽ, ഒരു പക്ഷേ എന്നല്ല, കേരളത്തിൽ ഒരു 15 ലക്ഷം ജനസംഖ്യ ഉണ്ടാവുകയില്ല. മൂസാ നബി അലൈഹി ഇസ്ലാം ജീവിക്കുന്നത് BC 1200 3200 വർഷമായി. ഇത്രയും വരുന്ന ഒരു ജനസഞ്ചയവുമായി രാത്രിക്ക് രാമായണം യാത്ര ചെയ്യണമെങ്കിൽ എത്ര പഴുതടച്ച പ്രവർത്തനങ്ങളാണ്, ആസൂത്രണമാണ് മൂസാ നബി അലൈഹിസ്സലാം നിർവഹിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് നാം ആലോചിച്ചു നോക്കുക. ഇസ്ലാമിക പ്രവർത്തനം എന്നത് അങ്ങേയറ്റത്തെ പ്ലാനും പദ്ധതിയും ആസൂത്രണവും വ്യവസ്ഥാപിതത്വവും എല്ലാം ആവശ്യമുള്ള കാര്യമാണ്. പ്രവാചകന്മാരൊക്കെ ആ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ പ്രയോഗവൽക്കരിച്ചത്, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ അതിന്റെ ഏറ്റവും മികച്ച തെളിവാണ്. നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഗുഹയിൽ 3 ദിവസം കഴിച്ചുകൂട്ടി ആദ്യം തന്നെ അതിന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാണ് ആ ഗുഹയിൽ കഴിച്ചു കൂട്ടുന്ന കാലത്ത് അങ്ങോട്ട് ഭക്ഷണം എത്തിക്കേണ്ടത്? ആരാണ് ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചറിഞ്ഞുകൊണ്ട് വിവരം നൽകേണ്ടത്? ഇവർ വന്നു പോകുന്ന വഴിയുടെ കാൽപ്പാടുകൾ കാണാതിരിക്കാൻ അതിനുവേണ്ടി ആരാണ് സംവിധാനം ചെയ്യേണ്ടത്? ഇതെല്ലാം നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. ഭക്ഷണം എത്തിച്ചിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ ബീവിയാണ്. വിവരങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ളയാണ്. ഈ കാൽപ്പാടുകൾ മായ്ക്കാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആട്ടിൻ പറ്റങ്ങളെ മേയിച്ചുകൊണ്ട് ഇവർ നടക്കുന്ന പാതയിലൂടെ രാവിലെ ആടുകളെ മേയിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. വൈകുന്നേരം ആ ഗുഹയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും. അങ്ങേയറ്റത്തെ ആസൂത്രണത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്. ഈ രൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ ദീനാണെങ്കിൽ പോലും ഈ ലോകത്ത് അതിനെ വിജയിപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം, ഇസ്ലാമിക പ്രവർത്തനം എന്നാൽ അത് അങ്ങേയറ്റത്തെ പ്ലാനും പദ്ധതിയും ആസൂത്രണവും ഒക്കെ ആവശ്യമുള്ളതാണ് എന്ന വമ്പിച്ച ഒരു സന്ദേശം നമുക്ക് ഈ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന് ലഭിക്കും. അങ്ങനെ ഇവരുടെ പുറപ്പാടിനെ കുറിച്ച് വിവരം ലഭിച്ച ഫിറഔൻ പട്ടണങ്ങളിലേക്കെല്ലാം പെട്ടെന്ന് ദൂതന്മാരെ അയച്ചു, സൈന്യത്തെ സംഘടിപ്പിച്ചു, അവരെ പിടികൂടാനുള്ള എല്ലാ സന്നാഹങ്ങളുമായി പിറകെ പുറപ്പെട്ടു. ഫിറഔൻ വിളംബരം ചെയ്തത് എന്താണ്? ഈ ജനത ഒരു കൊച്ചു സംഘമാകുന്നു, നമുക്ക് അവർ ഒന്നുമല്ല. അവർ നമ്മെ പ്രകോപിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ അനുവാദം വാങ്ങാതെ അറിയാതെ നമ്മുടെ ഉപ്പും ചോറും തിന്ന് അവർ ഇവിടെ നിന്ന് കടന്നു കളയാൻ പോകുന്നു. നാം ഒരുമിച്ച് സംയുക്തമായി ജാഗരൂകരായി അവരെ പിന്തുടരണം, പിടികൂടണം. അങ്ങനെ ഫിറഔനും പ്രഭൃതികളും ഈ മൂസാ നബി അലൈഹിസ്സലാമിന്റെയും അനുയായികളുടെയും പുറകെ അവരെ പിടികൂടാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ അവർ ഈജിപ്തിൽ നിന്ന് കിഴക്കോട്ട് സഞ്ചരിക്കുമ്പോൾ, നമുക്കറിയാം ഈജിപ്ത് ആഫ്രിക്ക വൻകരയുടെ വടക്ക് കിഴക്ക് കോർണറിലാണുള്ളത്. ഈജിപ്തിൽ നിന്ന് കിഴക്കോട് സഞ്ചരിച്ചാൽ അവിടെ ചെങ്കടലാണുള്ളത്. ചെങ്കടൽ കടന്നാൽ പിന്നീട് ഏഷ്യ വൻകര. ഈ ഏഷ്യ വൻകരയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫലസ്തീനിലേക്കാണ് അവർക്ക് പോകേണ്ടത്. ഏഷ്യ വൻകരയിൽ ഈജിപ്തിന്റെ തന്നെ ഭാഗമായ സീനായി മരുഭൂമിയുണ്ട്. കേരളത്തോളം വലിപ്പം വരും. അത് ഇപ്പോഴും ഈജിപ്തിന്റെ ഭാഗം തന്നെയാണ്. ഈ മരുഭൂമി കടന്നാൽ പിന്നീട് എത്തേണ്ട സ്ഥലമാണ് ഫലസ്തീൻ. ഈ ഫലസ്തീനിലേക്കാണ് അവർക്ക് പലായനം ചെയ്യേണ്ടത്. അപ്പോൾ അവർ ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്തു, ചെങ്കടൽ തീരത്തെത്തി. ഇവിടെ നമ്മൾ മുമ്പ് ചില ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ആ കാലഘട്ടത്തിൽ ഏഷ്യ, ആഫ്രിക്ക, വൻകര ഒരുമിച്ചായിരുന്നു. അഥവാ
ചെങ്കടൽ യമനിന്റെ ഭാഗത്ത് നിന്ന് അങ്ങ് വടക്കോട്ട് മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ ഒരു 40 കിലോമീറ്റർ മുൻപ് വരെ മാത്രമാണ് ചെങ്കടൽ ഉണ്ടായിരുന്നത്. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ഈ ആഫ്രിക്കയും ഏഷ്യയും അഥവാ ഈജിപ്തിന്റെ തന്നെ കരയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 19-ാം നൂറ്റാണ്ടിലാണ് സൂയസ് കനാൽ ഈ ചെങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിനെയും കണക്ട് ചെയ്തുകൊണ്ട് സൂയസ് കനാൽ കുഴിക്കുന്നത്. പിന്നീടാണ് യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കൊക്കെ ആ കനാൽ മുഖേന കപ്പൽ ഗതാഗതം ആരംഭിച്ചത്. അപ്പോ എന്തിനാണ് ചെങ്കടൽ തീരത്തേക്ക് വരുന്നത്? ഈ അന്ന് കരയായിരുന്ന പ്രദേശത്തൂടെ പലായനം ചെയ്തുകൂടായിരുന്നോ എന്ന് നാം ചോദിക്കാം. മുഫസ്സിരീങ്ങൾ വ്യക്തമായ ഉത്തരം നൽകിയിട്ടുണ്ട്. കാരണം അവിടങ്ങളിലെല്ലാം ഫിറഔന്റെ ഉദ്യോഗസ്ഥന്മാരും ചാരന്മാരും എല്ലാം ഉള്ള സ്ഥലമാണ്. എന്നാൽ ചെങ്കടൽ തീരത്ത് അവർ നിൽക്കുകയില്ല. കാരണം ഈജിപ്തിൽ നിന്ന് ഒരിക്കലും ചെങ്കടൽ കടന്ന് അക്കരെ കടക്കാൻ ഒരു സംഘത്തിന് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിറഔനെയും അവന്റെ ഉദ്യോഗസ്ഥന്മാരെയും കബളിപ്പിക്കാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം ചെങ്കടൽ തീരത്തേക്കാണ് ഈ സമുദായത്തെയും കൂട്ടി വന്നത്. അങ്ങനെ ചെങ്കടൽ തീരത്തെത്തിയപ്പോൾ പിന്നാലെ ഫിറഔനും കൂട്ടരും വരുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനത ഭയപ്പെട്ടു. അവർ പറഞ്ഞു, നാം ആപ്പിലായി പോയല്ലോ, നാം പിടിക്കപ്പെടുമല്ലോ. മുമ്പിൽ കടൽ, പിന്നിൽ ഫിറഔനും കൂട്ടരും. മൂസാ നബി അലൈഹിസ്സലാം അവിടെ വെച്ച് മറുപടി പറഞ്ഞു, ഖല്ല, ഒരിക്കലുമില്ല. ഇന്ന മഅഇയ റബ്ബി സയഹ്ദീൻ, എന്നോടൊപ്പം എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് മാർഗം കാണിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഅഇയ്യത്ത് എന്ന് പറയും. അല്ലാഹു തആല എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. നമ്മെ സംരക്ഷിക്കാനും നമ്മുടെ കാര്യങ്ങളിൽ നമ്മെ വേണ്ട രൂപത്തിൽ ഗൈഡൻസ് നൽകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊപ്പമുണ്ട് എന്ന ആ ബോധ്യം, ആ വിശ്വാസം, അതൊരു സത്യവിശ്വാസിക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർക്ക് അല്പവും ഭയപ്പെടാതെ ഈ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള മനക്കരുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല നൽകി. അവിടുന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൽപ്പന നൽകി, ഫദ്രിബ് ബിഅസാകൽ ബഹർ, താങ്കളുടെ വടി കൊണ്ട് ആ കടലിനെ അടിക്കുക. ആ കടലിൽ അടിച്ചതോടുകൂടി ആ ചെങ്കടൽ 2 പർവ്വതങ്ങളെ പോലെ, കത്തൗദിൽ അദീം എന്നാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, 2 പർവ്വത സമാനമായി ഈ കടൽ 2 ഭാഗത്തേക്ക് ഇങ്ങോട്ട് മാറി നിന്നു. നടുവിലൂടെ വളരെ ഡ്രൈ ആയ ഒരു രാജപാത അവർക്ക് മുന്നോട്ട് കടന്നു പോകാൻ വേണ്ടി അല്ലാഹു തആല സംവിധാനിച്ചു. ഇവിടെ കടൽ എന്ന് പറയുമ്പോൾ ആഫ്രിക്കയുടെയും ഏഷ്യയുടെയും ഇടയിലുള്ള ഈ ചെങ്കടൽ, അതിന്റെ ദൈർഘ്യം യമൻ മുതൽ അങ്ങോട്ട് ഈജിപ്തിന്റെ വടക്കേ അറ്റം വരെയുണ്ട്. അത് ആയിരക്കണക്കിന് കിലോമീറ്റർ വരും. എന്നാൽ വീതി കൂടിയാൽ 600 കിലോമീറ്റർ, കുറഞ്ഞാൽ ഒരു 18 കിലോമീറ്റർ, ഇങ്ങനെയാണ്. അപ്പോ ആപേക്ഷികമായി വീതി കുറഞ്ഞ സ്ഥലത്തൂടെയാണ് മൂസാ നബി അലൈഹിസ്സലാം ഈ സമുദായത്തെയും നയിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. ഇങ്ങനെ കടൽ 2ആയി പിളർന്നു. മൂസാ നബിയും ജനതയും അതിലൂടെ പ്രയാണം ചെയ്തു. പിന്നാലെ ഫിറഔനും കൂട്ടരും വന്നു. അവർ അങ്ങേയറ്റത്തെ ശത്രുതയോടുകൂടി ആണ് കടന്നു വരുന്നത് ഈ ജനതയെ പിടികൂടാൻ വേണ്ടി. അവിടെ വരുമ്പോൾ അവർ കാണുന്നത് സമുദ്രം 2 പർവ്വത സമാനം പിളർന്ന് അതിന്റെ നടുവിലൂടെ വളരെ ഡ്രൈ ആയ ഒരു രാജപാത ഉള്ളതാണ്. ഒരു നിമിഷം നാം ഇവിടെ ഒന്ന് ചിന്തിക്കുക. ഈ ഫിറൗന്റെ കൂടെയുള്ള 10,000-കണക്കായ സൈന്യം ഒരു നിമിഷം പോലും അവർ ചിന്തിച്ചില്ല, ശങ്കിച്ചു നിന്നില്ല.
ഇതൊരു സാധാരണ സംഭവമല്ല. ഈ ആകാശലോകങ്ങളെയും ഈ സമുദ്രത്തെയും എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു തആലക്ക് മാത്രം സാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് നാം അവരെ പിടികൂടാൻ ഇതിലൂടെ പ്രവേശിക്കുന്നത് പന്തിയല്ല. തിരിയണില്ല. അത് അപകടകരമാണ് എന്ന ഒരു നിമിഷം അവർക്ക് ചിന്തിക്കാൻ സാധിച്ചില്ല. ബാക്കിയുള്ളവർക്കൊക്കെ കേൾക്കായികയുണ്ടോ, മനസ്സിലാകായികയുണ്ടോ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ്. അപ്പൊ എന്നാല് പിന്നെ ലത്തീഫ് സാഹിബിന്റെ ഡിവൈസിന്റെ കുഴപ്പമായിരിക്കും. അപ്പോ സത്യത്തിൽ ഒരു നിമിഷം അവർക്ക് ക്ലിയർ ആണ്. കുഞ്ഞാലാക്കാന്റെ ആണ്. അപ്പൊ അവരുടെ ഡിവൈസിന്റെ കുഴപ്പമാണ്, അതിനെ നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല. ഓക്കെ. അപ്പോ ഒരു നിമിഷം അവർ ചിന്തിച്ചു നിന്നില്ല, അവർ ആ കടലിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. ഇതിൽ ഒരു വലിയ സന്ദേശം നമുക്കുണ്ട്. എന്താണ് സന്ദേശം എന്ന് വെച്ചാൽ, ഒരു ജനതയോടുള്ള ശത്രുതയും വിദ്വേഷവും ഒരു പരിധി കവിഞ്ഞാൽ പിന്നീട് സ്വന്തം ഭാവിയെ പോലും അവതാളത്തിലാക്കുന്ന സ്റ്റെപ്പുകൾ, സമീപനങ്ങൾ എടുക്കാൻ മനുഷ്യന് പിന്നീട് സങ്കോചമുണ്ടാവുകയില്ല. ഇപ്പോ നമ്മുടെ നാട്ടിൽ ഈ മുസ്ലിം സമുദായത്തെ കോർണർ ചെയ്യാൻ വേണ്ടി, പീഡിപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ ഭരണകക്ഷിയും ഭരണകൂടവും ഒരുപാട് ശ്രമങ്ങൾ, നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അതത്രയും ഈ രാജ്യത്തിന്റെ പുരോഗതിക്കും രാജ്യനിവാസികളുടെ സമാധാനത്തിനും സ്വൈര ജീവിതത്തിനും വിഘാതമുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇസ്ലാമിനോടും മുസ്ലിമുകളോടുമുള്ള ശത്രുത കാരണത്താൽ അത് ചിന്തിക്കാനോ ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറാനോ അവർ തയ്യാറാകുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതിപ്പോ നമ്മൾ വൈയക്തികമായി നമുക്കൊരാളോട് ശത്രുതയും വിദ്വേഷവും അതിൽ കവിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നാം സ്വീകരിക്കുന്ന സമീപനങ്ങൾ നമുക്ക് തന്നെ ദോഷകരമായിരിക്കും. പക്ഷെ നാം ചിന്തിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വിഭാഗത്തോടുള്ള ശത്രുതയും വിദ്വേഷവും ഒരിക്കലും അതിർ കവിയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഫിർഔൻ കൂട്ടരും പിന്നാലെ കൂടി അങ്ങനെ ഈ മൂസാ നബി അലൈഹി സ്വലാമും സമുദായവും അക്കരെ കടന്നപ്പോൾ അവരുടെ ആഗ്രഹം മൂസാ നബി അലൈഹി സ്വലാമിന്റെ വടി കൊണ്ട് വീണ്ടും അടിച്ചുകൊണ്ട് ഈ കടൽ വീണ്ടും പൂർവസ്ഥിതിയിലാക്കാനായിരുന്നു. എന്നാൽ അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, വത്രുക്കിൽ ബഹറ റഹ്വ, കടലിനെ അതേ രൂപത്തിൽ വിട്ടേച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. അങ്ങനെ അവർ പോയി. ഈ ഫിർഔനും കൂട്ടരും ഈ സമുദ്രത്തിന്റെ ഒത്ത നടുക്കെത്തിയപ്പോൾ ഈ കടൽ പൂർവസ്ഥിതി പ്രാപിച്ചു. അങ്ങനെ ഫിർഔനും പ്രവൃത്തികളും പരിവാരങ്ങളും ചെങ്കടലിൽ മുങ്ങി ചത്തുകൊണ്ടിരിക്കുമ്പോൾ ഫിർഔൻ പറഞ്ഞ കാര്യം പരിശുദ്ധ ഖുർആനിലുണ്ട്. സൂറത്ത് യൂനുസിൽ 90-ാമത്തെ ആയത്തിൽ ആ കാര്യം പറയുന്നു. ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖു, ഈ സമുദ്രത്തിൽ അതിന്റെ തിരമാലകൾക്കിടയിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ ഫിർഔൻ പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ, ഞാനിതാ ഇസ്രായേൽ സമുദായം വിശ്വസിച്ച ഏകനായ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ്. അപ്പോൾ അല്ലാഹു തആല തിരിച്ചവനോട് ചോദിച്ചു, ഇപ്പോഴാണോ നീ വിശ്വസിക്കാൻ കണ്ടത്? വഖദ് അസൈത ഖബൽ, ഇതിന്റെ മുൻപ് നീ അങ്ങേയറ്റത്തെ തെമ്മാടിയായിക്കൊണ്ട്, അങ്ങേയറ്റത്തെ പാപിയായിക്കൊണ്ടാണ് നീ ജീവിച്ചത്. ഇപ്പോഴാണോ നിനക്ക് വിശ്വസിക്കാൻ കണ്ടത്? വകുൻത മിനൽ മുഫ്സിദീൻ,
ഈ ഭൂമിയിൽ അങ്ങേറ്റത്തെ ഫസാദ് ഉണ്ടാക്കിക്കൊണ്ടാണ് നീ ജീവിച്ചത്. ഈ ഒരു അവസ്ഥ ലോകത്തുള്ള എല്ലാ തമ്മാടികൾക്കും വരും. എല്ലാവരും തൗബ ചെയ്യും. പക്ഷേ തൗബയുടെ വാതിൽ അല്ലാഹു തആല 2 ഘട്ടത്തിൽ അടച്ചു കളയുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, വൈയക്തികമായി ഓരോ വ്യക്തികളുടെയും തൗബയുടെ വാതിൽ അടക്കും. ആ വാതിൽ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ് ഓൾവേസ്. ഏത് സന്ദർഭത്തിലും കഴിഞ്ഞ കാലത്തെ പാപകർമ്മങ്ങൾക്ക്, തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പപേക്ഷിച്ചുകൊണ്ട് തൗബ ചെയ്യാൻ അല്ലാഹു തആല വാതിൽ ഇങ്ങനെ തുറന്നിട്ടിരിക്കുക. പക്ഷെ ഓരോ വ്യക്തിയുടെ മുമ്പിലും ആ വാതിൽ അടയും. അതെപ്പോഴാണ്? സക്രാത്തിന്റെ സമയത്ത്. ഇപ്പൊ ഫിറഔന്റെ ഈ ഘട്ടത്തിൽ ആ വാതിലങ്ങ് അടച്ചു കളയും. അപ്പോൾ തൗബ ചെയ്യാത്ത ആരുമില്ല. പക്ഷെ ഒരാളുടെ തൗബയും അല്ലാഹു തആല സ്വീകരിക്കൂല. അതാണ് ഫിറഔന്റെ തൗബ. ഇനി രണ്ടാമത്, മൊത്തം മനുഷ്യ സമൂഹത്തിന്റെ മുൻപിൽ തൗബയുടെ വാതിൽ അടയും. അവിടെ ഈ സക്രാത്തൊന്നും എത്തിയിട്ടുണ്ടാവില്ല. അതേതാണെന്ന് ചോദിച്ചാൽ, സൂര്യൻ ഇപ്പോൾ കിഴക്ക് നിന്നാണ് ഉദിക്കുന്നത്. അത് പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന ഒരു ഘട്ടം ഖിയാമത്ത് നാളിന്റെ അവസാന ഘട്ടത്തിൽ. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ 10 വലിയ അടയാളങ്ങളിൽ പെട്ടതാണ് അലാമാത്തുൽ കുബ്ര. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക. ആ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹു തആല തൗബ സ്വീകരിക്കൂല. അപ്പൊ നമ്മള് തൗബ ചെയ്തുകൊണ്ട്, പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരാനും നമ്മുടെ പാരത്രിക ജീവിതത്തിൽ വിജയിക്കാനും നാം ജീവിച്ചിരിക്കുമ്പോഴാണ് തൗബ ചെയ്യേണ്ടത്, മരണം ആസന്നമായ ശേഷമല്ല. അല്ലാഹു തആല അവിടെ വെച്ച് അവനോട് ഒരു വാഗ്ദാനം നൽകി. ആ ചെങ്കടലിൽ മുങ്ങിച്ചാവും. എന്താണ്? ഫൽയൗമ നുനജ്ജിക ബിബദനിക. ഇന്നേ ദിവസം നിന്റെ ശരീരം നാം രക്ഷപ്പെടുത്തും. നിന്റെ റൂഹ് ഇപ്പൊ പിടിക്കാൻ പോവാണ്. നിന്റെ നേരം കഴിഞ്ഞു. ലിതകൂന ലിമൻ ഖൽഫക ആയ. എന്തിനു വേണ്ടിയാണ് ഈ നിന്റെ ശരീരം ബാക്കി നിർത്തുന്നത്? ലിതകൂന ലിമൻ ഖൽഫക ആയ. നിനക്ക് പുറകെ വരുന്ന തലമുറകൾക്ക് നീ ഒരു ഗുണപാഠമായിരിക്കാൻ. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചാൽ എങ്ങനെയായിരിക്കും അന്ത്യം എന്ന് അവർക്ക് ഗുണപാഠമായിരിക്കാൻ നിന്റെ ശരീരം നാം ബാക്കി നിർത്തും. വഇന്ന കസീറൻ മിനന്നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. അല്ലാഹു തആല ആ കാര്യം അവസാനിപ്പിക്കുന്നത്, ജനങ്ങളിൽ അധിക പേരും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അശ്രദ്ധരാണ്, ഗഫലത്തിലാണ്. അപ്പോ ഫിറഔനെയും കൂട്ടരെയും അല്ലാഹു തആല അവിടെ മുക്കിക്കൊന്നു. ഇവിടെ തുടർന്ന് അല്ലാഹു തആല സൂറത്തു ദുഖാനിൽ പറയുന്നു, കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ. എത്രയെത്ര ജന്നാത്ത്, എത്രയെത്ര തോട്ടങ്ങളാണ്, ഹരിതാഭമായ ഫലമൂലാദികൾ വിളഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങളാണ് അവർ ഉപേക്ഷിച്ചു പോയത്. വഉയൂൻ, അവർക്ക് ജലസേചനം നടത്താൻ വേണ്ടി നൈൽ നദിയിൽ നിന്ന് അവർ കൈത്തോടുകൾ കീറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എത്ര തോട്ടങ്ങൾ, എത്ര ആറുകളാണ് അവർ ഉപേക്ഷിച്ചു പോയത്. വസുറൂഇൻ, അനേകം കൃഷിസ്ഥലങ്ങൾ, വയലുകൾ. വമഖാമിൻ കരീം, ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആനന്ദിച്ച് ജീവിക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കിയ രമ്യഹർമ്മങ്ങൾ, ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവർ പോയി. വനഅമത്തിൻ കാനൂ ഫിഹാ ഫാകിഹീൻ, അങ്ങനെ അവർക്ക് ഉല്ലസിച്ച് ജീവിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാം അവർ ഉപേക്ഷിച്ചു പോയി. അതെല്ലാം അല്ലാഹു തആല മറ്റൊരു വിഭാഗത്തിന് അനന്തരമാക്കി കൊടുത്തു. ഇത് നാമും ചിന്തിക്കേണ്ടതാണ്. കാരണം നമ്മളിപ്പോ ഇവിടെ ധാരാളം അധ്വാന പരിശ്രമങ്ങളിലൂടെ ധാരാളം സമ്പാദിക്കുന്നു. നമ്മൾ റബ്ബർ എസ്റ്റേറ്റ് വാങ്ങും, നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കും, നല്ല സൗകര്യമുള്ള വീടുണ്ടാക്കും, നല്ല ഫുൾ ഓപ്ഷൻ വണ്ടി വാങ്ങും. ഇതെല്ലാം നമ്മൾ സമ്പാദിക്കും, നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇതെല്ലാം വിട്ടേച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇതൊന്നും അനാഥമാകുന്നില്ല. ഇതിനൊക്കെ അല്ലാഹു തആല വേറെ അവകാശികളെ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നിട്ടോ അല്ലാഹു തആല അവസാനം പറയുന്നു,
ഫമാ ബകത് അലൈഹിമിസ് സമാഉ വൽ അർദ്. ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല. ഈ ഇത്രയും കാര്യങ്ങളെല്ലാം സംവിധാനിച്ച് അവർ പടുത്തുയർത്തിയ രമ്യഹർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചു കൊണ്ടുപോകുമ്പോൾ ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല. ഇനിയും ഇവിടെ ജീവിക്കുന്നവർക്ക് വേണ്ടിയും കരയാൻ പോകുന്നില്ല. ഇതിനൊക്കെ അല്ലാഹു തആല അവർക്ക് ശേഷം അവകാശികളെ നിശ്ചയിച്ചിട്ടുണ്ട്. കേവലം 6 അടി മണ്ണിലേക്ക് 3 തുണിയുമായി മാത്രമേ എല്ലാവരും പോകുകയുള്ളൂ. ഇവിടെ മുഫസ്സിരീങ്ങൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി കരഞ്ഞില്ല എന്നതിന് മുഫസ്സിരീങ്ങൾ നൽകുന്ന ഒരു വിശദീകരണം, ആകാശ ലോകത്തുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിലോകത്താണ് എന്നാണ് നാം പറയുക. അത് അള്ളാഹുവിന്റെ ഔന്നത്യം പരിഗണിച്ചുകൊണ്ടാണ്. അല്ലാഹു തആലക്ക് മുകളിൽ, താഴെ, ഇടം, വലം ഇങ്ങനെ ഒരു ദിശയില്ല. പക്ഷെ ഈ ആകാശ ലോകത്തുള്ളവർ കരഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആകാശ ലോകത്ത്, ഉപരിലോകത്ത് വിലമതിക്കപ്പെടുന്ന നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതൊന്നും അങ്ങോട്ട് കയറിപ്പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സ്വാലിഹായ അമലുകൾ കൊണ്ട് ചെയ്തുകൊണ്ട് ജീവിക്കാത്ത ഇനി ഭൂമിയിലുള്ളവർ കരഞ്ഞില്ല. എന്താണ് കാര്യം? ഭൂലോകത്ത് ഇവിടെ ജീവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഓർക്കുകയും നല്ല ഒരു സദ്കീർത്തി ലഭിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവർ ഇവിടെ ചെയ്തിരുന്നില്ല. ഇവിടെ ഫസാദ് ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസില്, ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടു, ആ മരണപ്പെട്ട ആളെ കുറിച്ച് ഒരു 3 പേർ നല്ലത് പറഞ്ഞു. ഓ, നല്ലൊരു മനുഷ്യനായിരുന്നു, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു, ഉദാരനായിരുന്നു, കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ അദ്ദേഹം മുൻപോട്ട് വരുമായിരുന്നു. ഇങ്ങനെ ആരെങ്കിലും ഒരു 3 പേർ ആ മരിച്ചയാളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അയാൾ സ്വർഗാവകാശിയാണ്, സ്വർഗം അദ്ദേഹത്തിന് നിർബന്ധമായി. എന്നാൽ നേരെ മറിച്ച് ഒരാളങ്ങ് മരിച്ചു, ഇങ്ങനെ നല്ലത് പറയാൻ ആരുമില്ല, ആ ഒരവസ്ഥയാണെങ്കിൽ അവൻ നരകാവകാശിയാണ്. അപ്പോൾ ഫമാ ബകത് അലൈഹിം സമാഉ വൽ അർദ്, ആകാശലോകത്ത് വിലമതിക്കപ്പെടുന്ന സാലിഹായ അമലുകളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർ മരണപ്പെടുമ്പോൾ, അങ്ങനെയുള്ള ഒരു നാടിനെ, ഒരു ജനതയെ അല്ലാഹു തആല നശിപ്പിക്കുമ്പോൾ ആകാശം കരയുകയില്ല, ഭൂമിയും കരയുകയില്ല. ഭൂമിയിൽ ആരും അവർക്ക് വേണ്ടി അനുശോചിക്കാൻ പോകുന്നില്ല. അങ്ങനെ ആവാൻ പാടില്ല. നാം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് കേട്ടാൽ ആ കേട്ടവർ, അതറിഞ്ഞവർ നമ്മെക്കുറിച്ച് നല്ല സ്മരണ, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അങ്ങേയറ്റത്തെ നന്മകൾക്ക് വേണ്ടി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കാൻ വേണ്ടി പരിശ്രമിച്ചു, നല്ലത് ചെയ്തു, പാപങ്ങളെ സാധ്യമായ രൂപത്തിൽ സഹായിച്ചു, കഷ്ടപ്പെടുന്നവരെ കണ്ണീരൊപ്പി, ഇങ്ങനെയൊക്കെ പറയാനുള്ള ഒരവസരം നാം ബാക്കി വെക്കണം. അല്ലാതിരുന്നാൽ ഇവിടെ പറഞ്ഞ അവസ്ഥയാണ് ഉണ്ടാകുക. ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കണ്ണീർ വാർത്തില്ല എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞ ശേഷം അവസാനിപ്പിക്കുന്നത്. ഇനി ഈ സന്ദർഭത്തിൽ
ഈ ആയത്തുകളുമായി നേർക്കുനേരെ ബന്ധമുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്നല്ല, ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിന്റെ മധ്യം മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ലോകത്തെ ഏറ്റവും സജീവമായ കത്തി നിൽക്കുന്ന ഏറ്റവും വലിയ ഇഷ്യൂ അഥവാ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നം ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പ്രിയോറിറ്റി ഇഷ്യൂ ആകുന്നു അത്. കാരണം അത് മുസ്ലിങ്ങളുടെ പരിശുദ്ധ ഭൂമിയാകുന്നു, ഒന്നാമത്തെ കിബിലയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിറാജ് യാത്ര പോയ മസ്ജിദുൽ അഖ്സ അവിടെയാണുള്ളത്. പ്രവാചകന്മാരാൽ നിർമ്മിക്കപ്പെട്ടതാകുന്നു. മറ്റ് പള്ളികളെ അപേക്ഷിച്ച് 500 മടങ്ങ് പുണ്യമാണ് അവിടുത്തെ മസ്ജിദുൽ അഖ്സയിൽ വെച്ച് നമസ്കരിച്ചു കഴിഞ്ഞാൽ. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വന്ന പ്രവാചകന്മാരുടെ പാദസ്പർശമേറ്റ ഭൂമിയാകുന്നു. ആ ഫലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് ക്ലിയറായി മനസ്സിലാക്കാൻ ഈ അവസരം നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. എന്താണത്? ഇവിടെ ആ ഫലസ്തീനിലുള്ള അറബികൾ, അത് 88% മുസ്ലിങ്ങളും 8% ക്രിസ്ത്യാനികളും 4% ജൂതന്മാരുമാണ് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. എല്ലാവരും അറബികളായിരുന്നു. എന്നാൽ 923 തുർക്കിയിലെ ഇസ്ലാമിക ഖിലാഫത്ത് തകർത്ത ശത്രുക്കൾ പാശ്ചാത്യ രാജ്യങ്ങൾ. ഈ തുർക്കിയുടെ ഭാഗമായിരുന്ന എല്ലാ ഖിലാഫത്ത് പ്രദേശങ്ങളും പങ്കിട്ടെടുത്തു. ചിലത് ബ്രിട്ടീഷുകാർ, ചിലത് ഫ്രഞ്ചുകാർ, ചിലത് ഇറ്റലിക്കാർ. സിറിയ വന്നത് ഫ്രാൻസിന്റെ ആധിപത്യത്തിലാണ്. ഫലസ്തീനും ഈജിപ്തും വന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തിലാണ്. ഇറ്റലി വന്നത്, ലിബിയ വന്നത് ഇറ്റലിയുടെ ആധിപത്യത്തിലാണ്. അൾജീരിയ വന്നത് ഫ്രാൻസിന്റെ ആധിപത്യത്തിലാണ്. ഇങ്ങനെ പാശ്ചാത്യ രാജ്യങ്ങൾ ഇത് പങ്കിട്ടെടുത്തു. വളരെ കുറഞ്ഞ കാലത്തേക്കാണ്. 923 ഖിലാഫത്ത് നഷ്ടപ്പെട്ടു. ഒരു 30, 35, 40 വർഷത്തേക്ക് മാത്രമാണ് ഇവര് ഇവിടെ ഈ രാജ്യങ്ങൾ അധീനപ്പെടുത്തിയത്. ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജൂതന്മാരെ പാശ്ചാത്യർ, മുഖ്യമായി ബ്രിട്ടീഷുകാർ, ഈ ഫലസ്തീനിലേക്ക് കുടിയേറ്റി. പല രാജ്യങ്ങളിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്, റഷ്യയിൽ നിന്ന് വന്നിട്ടുണ്ട്, കംപ്ലീറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന്, ഈവൻ യമൻ മുതലായ അറബ് രാജ്യങ്ങളിൽ നിന്ന്, ഇറാനിൽ നിന്ന് പോലും. നമ്മുടെ കേരളക്കരയിൽ മട്ടാഞ്ചേരിയിൽ ജൂതന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും ഫലസ്തീനിലേക്ക് അവർ കുടിയേറ്റം നടത്തി. ബ്രിട്ടന്റെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും തണലിൽ അവർ ആയുധം നൽകും. ഇവരവിടെ വന്ന് അവിടെയുള്ള അറബികളെ അടിച്ചോടിക്കും. അങ്ങനെ അവിടെ ഇവരുടെ കുടിയേറ്റ ഭവനങ്ങൾ പണിയും. അതിന് പാശ്ചാത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയൊക്കെ നിർലോഭം സാമ്പത്തികമായും സൈനികമായും സഹായിക്കും. ഒരുപാട് പേര് അവിടെ കൊല്ലപ്പെട്ടു, ഒരുപാട് പേർ നാട് കടത്തപ്പെട്ടു. 55 ലക്ഷം ഫലസ്തീനികളാണ് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഭയാർത്ഥികളായി നാടില്ലാതെ ഉഴരുന്നത്. അതിൽ 4 ലക്ഷം പേര് കുവൈത്തിലാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇറാൻ, സദ്ദാം ഹുസൈന്റെ കുവൈത്ത് അധിനിവേശത്തിന് ശേഷം അവർ പോയി ഏതാണ്ട് 50,000 പേരാണ് കുവൈത്തിൽ ഉള്ളത്. അപ്പോൾ ഈ കുടിയേറ്റത്തിനും ആ ഫലസ്തീൻ വെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിക്കുന്നതിനും അവർ ന്യായമായി പറയുന്ന കാര്യം, എനിക്ക് ഇന്നലെ ഡോക്ടർ റൌഫ് ഒരു വീഡിയോ അയച്ചു തരികയുണ്ടായി. കുവൈത്തിലെ ഒരു മുസ്ലിം സംഘടനയുടെ ഗ്രൂപ്പിൽ വന്ന വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഒരു അറബിയാണ് സംസാരിക്കുന്നത്, ഒരു ചാനലിനോടാണ് സംസാരിക്കുന്നത്. ചെറിയ വീഡിയോ. അതിൽ അയാൾ പറയുന്ന കാര്യം, വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഏതാണ് ആയത്ത്? സൂറത്തുൽ മാഇദ 21-ാമത്തെ ആയത്താണ്. മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് അന്ന് പറഞ്ഞതാണ്, യാ ഖൗം, എന്റെ ജനമേ, ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസത അല്ലതി കതബല്ലാഹു ലക്കും,
എന്റെ ജനമേ, അഥവാ അന്നത്തെ മുസ്ലിം സമുദായത്തെ വിളിച്ചുകൊണ്ട്, ഇസ്രായേൽ സമുദായത്തെ വിളിച്ചുകൊണ്ട് പറയാണ്, എന്റെ ജനമേ, നിങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ പരിശുദ്ധ ഭൂമിയിലേക്ക്, പരിശുദ്ധ നാട്ടിലേക്ക് പ്രവേശിക്കുക. വലാ തർത്തദ്ദൂ അലാ അദ്ബാരിക്കും, നിങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് പിന്തിരിയരുത്. ഫതൻഖലിബൂ ഖാസിരീൻ, അഥവാ ആ ഉദ്യമത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടകാരികളിൽ ഉൾപ്പെടും. അപ്പൊ 3200 വർഷം മുമ്പ് മൂസാ നബി അലൈഹി ഇസ്ലാം തന്റെ ജനതക്ക് അല്ലാഹു തആല നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതാകുന്നു ഈ ഭൂമി, ആ ഭൂമിയിൽ നിങ്ങൾ പ്രവേശിക്കുക എന്ന് പറഞ്ഞു. ഇത് ഉദ്ധരിച്ചുകൊണ്ടാണ്, ആ സംഘടനയുടെ പേര് കൂടെ പറയാ, ഫ്രൈഡേ ഫോറം എന്ന് പറയുന്ന ആ സംഘടനയുടെ ഗ്രൂപ്പിലാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. ഒരു അറബിയാണ് ഈ പറയുന്നത്. എന്നിട്ട് എന്താണ് അയാൾ പറയുന്നത്? ഈ ഇസ്രായേൽ ശരിക്കും അധിനിവേശം നടത്തിയതല്ല. ഇസ്രായേൽ എന്നാൽ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദ ഈ ആയത്തിൽ അല്ലാഹു തആല അവർക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ള ഭൂമിയാണ്. ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് അവർ തിരിച്ചു വന്നു എന്നത് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരിക്കലും അത് അധിനിവേശമല്ല. മുസ്ലിങ്ങൾ അത് അംഗീകരിക്കുകയാണ് വേണ്ടത്. എന്ന് മാത്രമല്ല, അത് ശരിക്ക് നിയമപ്രകാരമുള്ള രാജ്യമാണ്. ഐക്യരാഷ്ട്രസഭ അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതാണ് ആ വീഡിയോയിൽ പറയുന്ന കാര്യം. ഇത് കേട്ടുകഴിഞ്ഞാൽ, ഖുർആൻ ആയത്താണല്ലോ ഉദ്ധരിച്ചിട്ടുള്ളത്, ഇത് കേട്ടുകഴിഞ്ഞാൽ ഇത് ശരിയാണ് എന്നാണ് കേൾക്കുന്നവർ മനസ്സിലാക്കുക. അതിലങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. അറബിയിലാണ് സംസാരിക്കുന്നത്, ഇംഗ്ലീഷിലും വേറെ ഏതൊക്കെയോ ഭാഷയിൽ അതിന്റെ പരിഭാഷ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ട്രൂ എന്നാണ് പറയുന്നത്, സത്യം. ഓക്കെ, ഇവിടെ യാഥാർത്ഥ്യം എന്താണ്? ഒന്നാമതായി, ജൂതന്മാരുടെ വാദഗതി തങ്ങൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്തതി പരമ്പരയാണ് എന്നതാണ്. ഈ വാദഗതി തന്നെ തെറ്റാണ് എന്നതിന് നമ്മുടെ ഈ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം തന്നെയാണ് സാക്ഷ്യം. കാരണം യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി ഈജിപ്തിലെ ഭരണാധികാരിയായപ്പോൾ യാക്കൂബ് നബിയും യാക്കൂബ് നബിയുടെ മറ്റു സന്താനങ്ങളും 12 മക്കളാണ് ഉണ്ടായിരുന്നത് യാക്കൂബ് നബിക്ക്. അതിൽ 10ാമത്തേതാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി ഈജിപ്തിലെ ഭരണാധികാരിയായപ്പോൾ കുടുംബത്തെ അങ്ങോട്ട് ക്ഷണിച്ചു. യാക്കൂബ് നബിയുടെ വാർദ്ധക്യകാലത്ത് യാക്കൂബ് നബിയും കുടുംബവും ഈജിപ്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈജിപ്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല പ്രവാചകനായി നിയോഗിച്ചു. ഈജിപ്തിലേക്കാണ് നിയോഗിച്ചത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനത്തിൽ അത് സ്വീകരിച്ചവർ മുസ്ലിങ്ങളായി തീർന്നു. അവരും ബനി ഇസ്രായേൽ എന്നാണ് അറിയപ്പെട്ടത് ആ കാലഘട്ടത്തിൽ. ഇങ്ങനെ 6 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്, 6-7 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ യൂസുഫ് നബിയുടെ കാലശേഷം പിന്നീട് ഇസ്രായേൽ സമുദായം അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അവിടുത്തെ ഭൂരിപക്ഷ ജനതയായ കോപ്റ്റിക്കുകൾ, ഫറോമാർ അധികാരത്തിൽ വരികയും ചെയ്തു. അങ്ങനെ മുസ്ലിം സമുദായത്തെ അടിച്ചമർത്തി അവര് ഒരിക്കലും ശക്തിപ്പെടാതിരിക്കാനുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. അത് നാം പറഞ്ഞതാണ്. അങ്ങനെ ആ സമുദായം പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, ആ സമുദായത്തിൽ ജനിക്കുന്ന ആൺകുട്ടികൾ പോലും കൊല ചെയ്യപ്പെടുമ്പോൾ അവരെ വിമോചിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാമിനെ പ്രവാചകനായി നിയോഗിച്ചു, കൂടെ ഹാറൂൻ നബിയെയും. ഈ മൂസാ നബി അലൈഹി സ്വലാമിലും ഹാറൂൻ നബിയിലും ആ ഇസ്രായേൽ സമുദായം വിശ്വസിച്ചു. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ തന്നെ പറഞ്ഞു, ഫമാ ആമന ലി മൂസ ഇല്ലാ ദുരിയത്തിൻ മിൻ ഖൗമിഹി. അദ്ദേഹത്തിന്റെ ജനതയിൽപ്പെട്ടവരാണ് ഇസ്ലാം സ്വീകരിച്ചത്. എന്നാൽ ഈ കോപ്റ്റിക് വംശത്തിൽ നിന്നും ഒരു ന്യൂനപക്ഷം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം? അലാ ഖൗഫിൻ മിൻ ഫിറഔന വമലഇഹിം അൻ യഫ്തിനഹും ഫീ. ഫിറഔനും അതിന്റെ അധികാരി വർഗവും പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇസ്ലാം സ്വീകരിക്കാൻ കൂട്ടാക്കാതിരുന്നത്. മറിച്ച് മൂസാ നബി അല്ലാഹു തആല നിയോഗിച്ച പ്രവാചകനാണ് എന്ന് ബോധ്യം വരാത്തതല്ല. ഇക്കാലത്തും ലോകത്ത് നിലനിൽക്കുന്നു.
ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഈ പുതിയ ഭരണകക്ഷി അധികാരത്തിൽ വന്ന ശേഷം മുൻപത്തെ പോലെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരുടെ ഫ്ലോ കുറവാണ്. കാരണം ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാലുള്ള പുകിലറിയാം. ഒരു പെൺകുട്ടി മെഡിസിൻ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ടുള്ള ബഹളങ്ങൾ നമുക്കറിയാം. അപ്പോൾ അധികാരി വർഗത്തെ ഭയപ്പെട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാതിരിക്കുകയാണ്. അന്നും അതാണ് സംഭവിച്ചത്. എന്നാൽ ആ സമൂഹത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവരുണ്ടായിരുന്നു. സാക്ഷാൽ ഫിറൗന്റെ ഭാര്യ തന്നെ ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ഷഹീദായി ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഫിറൗൻ കുടുംബത്തിൽ തന്നെ പെട്ട ഒരാൾ രംഗത്ത് വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തെ പീഡിപ്പിക്കാനോ കൊല്ലാനോ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫിറൗൻ കുടുംബത്തിലെ തന്നെ ശക്തനായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ കോപ്റ്റിക് വംശത്തിൽ നിന്നും ജനങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനം സ്വീകരിച്ചവരും ഇസ്ലാം ബനി ഇസ്രായേലിൽപ്പെട്ടവരാണ്. ഇവിടെ നോക്കുക, മൂസാ നബി അലൈഹി ഇസ്ലാം ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്യുന്നത് 15 ലക്ഷം വരുന്ന ഒരു ജനതയുമായിട്ടാണ്. കേവലം 7 നൂറ്റാണ്ടാണ് അവിടെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പിന്മുറക്കാർ ജീവിച്ചത്. 7 നൂറ്റാണ്ട് കൊണ്ട് ഒരു കാരണവശാലും ഇത്രയും വലിയ ഒരു ജനസഞ്ചയം ഉണ്ടാകുകയില്ല. പിന്നെ എങ്ങനെ ഉണ്ടായി? ആ സമുദായത്തിൽ വന്ന യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെയും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഒക്കെ പ്രബോധനം സ്വീകരിച്ച കോപ്റ്റിക്കുകൾ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനം ഇങ്ങനെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്തതി പരമ്പരകൾക്കുള്ളതല്ല. മുസ്ലിങ്ങളോടുള്ള, സത്യവിശ്വാസികളോടുള്ള പരിശുദ്ധ ഖുർആനിലെ വാഗ്ദാനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനങ്ങൾ, നബിയുടെ പിന്മുറക്കാരായ തങ്ങന്മാർ എന്ന് പറയപ്പെടുന്നവർക്ക് ഉള്ളതല്ല. മറിച്ച് ഈ ആദർശം സ്വീകരിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളായി ജീവിക്കുന്നവർക്കുള്ളതാണ്. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നീട് മൂസാ നബിയും 15 ലക്ഷം വരുന്ന ജനതയും പലായനം ചെയ്തു. ബനി ഇസ്രായേൽ എന്നാണ് അവർക്ക് പറയുക. കാരണം ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾക്ക് ബനി ഇസ്രായേൽ എന്നാണ് പറഞ്ഞിരുന്നത്. അവർക്കാണ് ലോകത്തെ ജനങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്വം അല്ലാഹു തആല ഏൽപ്പിച്ചിരുന്നത്. ഈ സൂറത്ത് ദുഖാനിൽ തന്നെ തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു തആല വലഖദ് ഇഖ്തർനാഹും അലാ ഇൽമിൻ അലൽ ആലമീൻ, ഈ സമുദായത്തെ ലോകരിൽ നിന്ന് അല്ലാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്തു, ലോക ജനതയെ നേരായ മാർഗത്തിലേക്ക് മാർഗദർശനം ചെയ്യാൻ വേണ്ടി. ഈ ദൗത്യം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചപ്പോൾ മുസ്ലിം സമുദായത്തെ അല്ലാഹു തആല ഏൽപ്പിച്ചു. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട, നിയോഗിക്കപ്പെട്ട സമുദായമാകുന്നു. എന്താണ് നിങ്ങളുടെ ഡ്യൂട്ടി? ജനങ്ങളോട് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അപ്പോൾ അക്കാലത്തുള്ള മുസ്ലിങ്ങളോടുള്ള വാഗ്ദാനമായിരുന്നു ഈ ഫലസ്തീൻ നിങ്ങൾക്കുള്ളതാണ് എന്നത്. ഇനി മൂസാ നബി അലൈഹി ഇസ്ലാമും സമുദായവും ഫലസ്തീനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് സീനായി മരുഭൂമിയിലാണ് താമസിച്ചത്. കാരണം ഫലസ്തീനിൽ ഖൗമൻ ജബ്ബാരീൻ, ശക്തരായ ഒരു ജനത ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. മുശ്രിക്കുകളാണ്. അങ്ങോട്ട് പ്രവേശിക്കാൻ അവർ സമ്മതിക്കുകയില്ല. ആ നാട്ടുകാരുമായി, അവിടുത്തെ സൈന്യവുമായി യുദ്ധം ചെയ്തിട്ട് വേണം ആ ഭൂമി അധീനപ്പെടുത്താൻ. യുദ്ധം ചെയ്യാൻ ഈ ജനത തയ്യാറായിരുന്നില്ല. ഇവർ ഭീരുക്കളായിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാം യുദ്ധത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തപ്പോൾ അവർ പറഞ്ഞത്, യാ മൂസ ഇന്ന ഫിഹാ ഖൗമൻ ജബ്ബാരീൻ, മൂസ അവിടെ ശക്തരായ വലിയ അജാനബാഹുക്കളായ ഒരു ജനതയാണുള്ളത്, നമുക്ക് അവരുമായി ഏറ്റുമുട്ടാൻ സാധിക്കുകയില്ല. പക്ഷേ ആ കൂട്ടത്തിൽപ്പെട്ട മുഅ്മിനീങ്ങളായ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, കം മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിയതൻ കസീറതൻ ബിഇദ്നില്ലാഹ്, എത്ര ചെറിയ ചെറിയ സംഘങ്ങളാണ് വലിയ വലിയ പാരാവാരങ്ങളെ തോൽപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ സഹായത്താൽ, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി. അതുകൊണ്ട് നിങ്ങൾ വരൂ, മുന്നോട്ട് പോകാം, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. പക്ഷെ ആ ജനത കൂട്ടാക്കിയില്ല. അങ്ങനെ അല്ലാഹു തആല അവരെ ലാനത്ത് ചെയ്തു. അവരോട് പറഞ്ഞു, നിങ്ങൾ 40 കൊല്ലം ഈ മരുഭൂമിയിൽ അലയുക. 40 കൊല്ലം ആ സീനാ മരുഭൂമിയിലാണ് അവർ ജീവിച്ചത്. അവിടെ നിന്ന് അവർക്ക് ആഹരിക്കാൻ അല്ലാഹു തആല മന്നയും സൽവയും കൊടുത്തു. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അത് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ
ആ ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്ത ആ തലമുറയൊക്കെ അങ്ങ് പോയി. അവരവിടെ മണ്ണടിഞ്ഞു. പിന്നീട് സീനാ മരുഭൂമിയിൽ വെയിലത്ത് തീയിൽ കുരുത്ത ഒരു തലമുറ ഉയർന്നു വന്നു. അവർ ഈജിപ്തിൽ നിന്ന് വന്നവരെ പോലെ ആയിരുന്നില്ല, നല്ല ഈമാനിന്റെ കരുത്തുള്ളവരായിരുന്നു. ഇന്നത്തെ ഗാസയിലെ മുസ്ലിങ്ങളെ പോലെ. അങ്ങനെ അവർ ആ അല്ലാഹു തആല വാഗ്ദാനം ചെയ്ത ഫലസ്തീനിലേക്ക് മാർച്ച് ചെയ്തു. അങ്ങനെ സാക്ഷാൽ മൂസാ നബി അലൈഹിസ്സലാമിന് പോലും അങ്ങോട്ട് എത്താൻ സാധിച്ചിട്ടില്ല. മൂസാ നബിയും ഹാറൂൻ നബിയുമെല്ലാം ആ ഫലസ്തീനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ലോകത്തോട് വിട പറഞ്ഞു. ജോർദാനിൽ വെച്ചാണ് മൂസാ നബി അലൈഹിസ്സലാം മരണമടഞ്ഞത്. അവിടെയാണ് മൂസാ നബിയുടെ ഖബർ ഉള്ളത്. പിന്നീട് മൂസാ നബിക്ക് ശേഷം യൂഷ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പ്രവാചകനായി നിയോഗിച്ചു. മൂസാ നബിയോടൊപ്പം ഒരു ബാല്യക്കാരൻ ഖിദർ നബിയോടൊപ്പം യാത്ര ചെയ്ത കഥ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ടല്ലോ. ആ യൂഷ നബി അലൈഹിസ്സലാമിനെ പ്രവാചകനായി നിയോഗിച്ചു. ആ യൂഷ നബി അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ആ ഫലസ്തീനിലുള്ള ആ ജനതയുമായി ഘോരമായ യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ ദാവൂദ് നബി അലൈഹിസ്സലാം ഒരു പട്ടാളക്കാരനായി ഉണ്ടായിരുന്നു. ഈ വർഷത്ത് അല്ലാഹു തആല ഇവർക്ക് രാജാവായി നിശ്ചയിച്ചു കൊടുത്ത താലൂത്ത് ഉണ്ടായിരുന്നു. മറുപക്ഷത്ത് ജാലൂത്ത്. ജാലൂത്താണോ താലൂത്താണോ ശത്രുപക്ഷത്തുണ്ടായിരുന്നത്? എനിക്ക് പറയാൻ പറ്റുക. ജാലൂത്താണ് ശത്രുപക്ഷത്തുണ്ടായിരുന്നത്. താലൂത്തിനെയാണ് അല്ലാഹു തആല രാജാവായി സൈന്യാധിപനായി നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. താലൂത്തിന്റെ നേതൃത്വത്തിൽ യുദ്ധം നടന്നു. ദാവൂദ് നബി അലൈഹിസ്സലാം ഒരു പട്ടാളക്കാരനായി സൈന്യത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ താലൂത്ത് ജാലൂത്തിന്റെ കഥ കഴിച്ചു. ദാവൂദ് നബി അലൈഹിസ്സലാം ആ യുദ്ധത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചു. അങ്ങനെ യുദ്ധം ജയിച്ചു, ഫലസ്തീൻ അധീനപ്പെടുത്തി. അങ്ങനെ പിന്നെ ദാവൂദ് നബി അലൈഹിസ്സലാം അവിടുത്തെ രാജാവായി ഭരണാധികാരിയായി. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകൻ പിന്നീട് സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടുത്തെ ഭരണാധികാരിയായി. യാക്കൂബ് നബി അലൈഹിസ്സലാം നേരത്തെ നിർമ്മിച്ചിരുന്ന മസ്ജിദുൽ അഖ്സ പിന്നീട് സുലൈമാൻ നബി അലൈഹിസ്സലാം പുനർനിർമ്മിച്ചു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ യാക്കൂബ് നബിയുടെ പിന്മുറക്കാരിൽ വന്ന ഈ പ്രവാചകന്മാരൊക്കെ പിന്നീട് അവിടെ സക്കരിയ നബി അലൈഹിസ്സലാം, യഹ്യ നബി അലൈഹിസ്സലാം, ഈ സുലൈമാൻ നബിയെ തുടർന്ന് വരുന്നുണ്ട്. ഈ പ്രവാചകന്മാരിൽ വിശ്വസിച്ചവർക്കൊക്കെ പറയുന്ന പേരാണ് ബനി ഇസ്രായേൽ. എന്നാൽ ജൂതന്മാർ പറയുന്നത് തങ്ങൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പിന്മുറക്കാരാണ് എന്നാണ്. തങ്ങൾക്ക് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തതാണ് ഈ ഭൂമി എന്നാണ്. അവിടെ തങ്ങളല്ലാത്തവരെ തങ്ങൾ ആട്ടിപ്പായിക്കും, കൊല്ലും, കൊല്ലാക്കൊല ചെയ്യും. അതാണ് ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനം ആർക്കുള്ളതാകുന്നു? അല്ലാഹു തആല നിയോഗിച്ച പ്രവാചകന്മാരിൽ വിശ്വസിക്കുകയും ആ പ്രവാചകന്മാരെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവർക്കാകുന്നു. അന്ന് മൂസാ നബിയിൽ വിശ്വസിച്ചവർക്ക് അല്ലാഹു തആല വാഗ്ദാനം നൽകി. അവർക്ക് അല്ലാഹു തആല ആ ഫലസ്തീൻ നൽകി. പിന്നീട് പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാരിൽ വിശ്വസിച്ചവർക്ക് അല്ലാഹു തആല ആ വാഗ്ദാനം പുലർത്തി കൊടുത്തു. പിന്നീട് ഈസാ നബി അലൈഹിസ്സലാം വന്നു. അവസാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഫലസ്തീൻ ഇസ്ലാമിന്റെ ആധിപത്യത്തിൽ വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അറേബ്യൻ ഐലൻഡ് അഥവാ ഇന്നത്തെ 6 GCC രാജ്യങ്ങൾ പ്ലസ് യമൻ, അത് മാത്രം, അഥവാ അറബികൾ ആ കാലത്ത് ജീവിച്ചിരുന്ന പ്രദേശം അത് മാത്രമായിരുന്നു. അവിടെ മാത്രമേ ഇസ്ലാം പ്രചരിച്ചു കഴിഞ്ഞിരുന്നുള്ളൂ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ 12ാം വർഷം മക്കയിൽ നിന്ന് യാത്ര പോയത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കാണ്. അവിടെ നിന്ന് പ്രവാചകന്മാർക്ക് ഇമാമത്ത് നിന്നുകൊണ്ട് നമസ്കരിച്ചു. ആകാശലോകത്തേക്ക് മിഅ്റാജ് യാത്ര പോയി. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് റോമാ സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിലായിരുന്ന, ഈസാ നബിയുടെ കാലം മുതൽ അങ്ങനെയായിരുന്നു, ആധിപത്യത്തിലായിരുന്ന ഈ ഫലസ്തീൻ, ലബനാൻ, ജോർദാൻ, സിറിയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഷാം,
ആ ഷാമിനെ കുറിച്ചാണ് ഖുർആനിൽ 5 ആയത്തുകളിൽ ലോകർക്ക് നാം ബർക്കത്ത് ചെയ്ത പ്രദേശം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ മൊത്തം ഷാമിലാണ് ഈ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഏറിയ പങ്കും വന്നിട്ടുള്ളത്. അവിടെ അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു എന്ന് പറഞ്ഞതിനെ കുറിച്ച് മുഫസ്സിരീങ്ങൾ വിവരിച്ചത്, അള്ളാഹുവിന്റെ ദീനിലേക്ക്, നേരായ മാർഗത്തിലേക്ക് ലോക ജനതയെ നയിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വന്ന നാട്, ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരുടെ പാദസ്പർശമേറ്റ നാട്, അതോടൊപ്പം ആദ്യത്തെ ഖിബലയായ മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്ന നാട്, പ്രവാചകന്മാരാൽ നിർമ്മിക്കപ്പെട്ട പള്ളികളുള്ള നാട്, ലോകത്തെ തന്നെ ഏറ്റവും ചിരപുരാതനമായ നഗരങ്ങൾ ഉൾക്കൊള്ളുന്ന നാട്, ലോകത്തെ ഏറ്റവും ചിരപുരാതനമായ 10 നഗരങ്ങളിൽ 6 നഗരങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഈ ഷാമിലാകുന്നു. അതിൽ നമ്പർ 1 ഓൾഡസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് ഡമാസ്കസ് ഈ ഷാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിറിയയുടെ തലസ്ഥാനമായ ആ നാട് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത് മൂസാ നബിയുടെ കാലത്ത് മൂസാ നബിയിൽ വിശ്വസിച്ച സത്യവിശ്വാസികൾക്കായിരുന്നു, മുസ്ലിങ്ങൾക്കായിരുന്നു. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട ശേഷം നബിയിലും പരിശുദ്ധ ഖുർആനിലും വിശ്വസിച്ചവർക്കാണ് അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ ഉള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആ പ്രദേശം മൊത്തം, ഷാം അതോടൊപ്പം ഈജിപ്ത് മുഴുവൻ ഇസ്ലാമിന്റെ ആധിപത്യത്തിൽ വന്നു. ഖലഫാ റാഷിദീങ്ങളുടെ കാലത്ത്, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് നോർത്ത് ആഫ്രിക്ക മുഴുവൻ, ആഫ്രിക്കയുടെ വടക്ക് പടിഞ്ഞാറുള്ള മൊറോക്കോ, അവിടെ അങ്ങോട്ട് അറ്റ്ലാന്റിക് തീരമാണ്, അറ്റ്ലാന്റിക് സമുദ്രം, മൊറോക്കോ, മൗറിറ്റാനിയ, അൾജീരിയ, തുണീഷ്യ, ലിബിയ, ചാഡ്, സുഡാൻ, ഈജിപ്ത്, ഈ രാജ്യങ്ങൾ മുഴുവൻ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് തന്നെ ഇസ്ലാമിന്റെ ആധിപത്യത്തിൽ വന്നു. 98% മുസ്ലിങ്ങളാണ് ഈ നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ. 100% മുസ്ലിങ്ങളുള്ള, ഒരേ മതസ്ഥരുള്ള 2 രാജ്യങ്ങൾ ആ ലോകത്തുള്ളതാണ്. 2 രാജ്യം, ഒരു മതസ്ഥർ മാത്രമുള്ള. വേറെ ഒരു രാജ്യങ്ങളിലും 100% ഒരു മതസ്ഥരുള്ളവരില്ല. അത് നോർത്ത് ആഫ്രിക്കയിലാണ് ഈ 2 രാജ്യങ്ങളും. അതിലൊന്ന് ലിബിയയാകുന്നു. ബാക്കി 97% മൊറോക്കോ, അൾജീരിയ മുതലായ രാജ്യങ്ങളിൽ ഉള്ളത്. പറഞ്ഞു വരുന്നത്, ഈ ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്ത് ഈ രാജ്യങ്ങളൊക്കെ അധീനത്തിൽ വന്നു, പേർഷ്യയുടെ ഭാഗത്തുള്ള എല്ലാ രാജ്യങ്ങളും. പക്ഷേ ഖലീഫമാർ ഒരു രാജ്യത്തിന്റെ താക്കോൽ ഏറ്റുവാങ്ങാൻ പോയത് ഒരേ ഒരു രാജ്യത്തേക്ക് മാത്രമാണ്. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകുന്നു. ഫലസ്തീനിന്റെ താക്കോൽ, മസ്ജിദുൽ അഖ്സയുടെ താക്കോൽ ഏറ്റുവാങ്ങാനാണ് മദീനയിൽ നിന്ന് ഖലീഫ അങ്ങോട്ട് പോയത്. അവിടെയുള്ളവർ ഭൂരിഭാഗവും ഇസ്ലാം സ്വീകരിച്ചു. കാരണം അവർക്ക് നേരത്തെ ലഭിച്ചിട്ടുള്ള ഇഞ്ചീൽ ഫലസ്തീനിലാണ് അവതരിച്ചത്. ഈസാ നബി അലൈഹി സ്വലാം വന്നത് അവിടെയാണ്. അതിന്റെ മുൻപ് വന്ന വേദഗ്രന്ഥം തൗറാത്ത്, അത് ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്ത ശേഷം സീനായ് മരുഭൂമിയിലെ തൂർ പർവ്വതത്തിൽ വെച്ചാണ് അല്ലാഹു തആല അവർക്ക്, മൂസാ നബിക്ക് നൽകിയത്. ഈ തൗറാത്തുമായി പിന്നീട് ഫലസ്തീനിലാണ് അവർ വരുന്നത്. പിന്നീട് ഈ പറഞ്ഞ പ്രവാചകന്മാരൊക്കെ വന്നത് അവിടെയാണ്. ആ വേദഗ്രന്ഥങ്ങളിലും ഈ പ്രവാചകന്മാരിലൂടെയും ലോകത്തിനാകമുള്ള ഒരു അന്ത്യപ്രവാചകൻ വരാനിരിക്കുന്നു എന്ന് പ്രവാചകന്മാരിലൂടെ അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിരുന്നു. ഈ 2 വേദഗ്രന്ഥങ്ങളിലും പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച്, നബിയുടെ അനുയായികളുടെ ഗുണഗണങ്ങളെ കുറിച്ച് ലോകത്തെ ഏറ്റവും നന്നായി അറിയുന്നത് ഈ ഫലസ്തീൻ, ഷാം പ്രദേശത്തുള്ളവർക്കായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടപ്പോൾ ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്ത് 100% സ്വഹാബികളുള്ള സൈന്യം അങ്ങോട്ട് പോയപ്പോൾ ആ സൈന്യത്തിന്റെ സൈന്യാധിപനാരായിരുന്നു അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവായ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സ്വഹാബിയായിരുന്നു ആ സൈന്യാധിപ സ്ഥാനത്തുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അശറത്തുൽ മുബശ്ശിരീങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖരായ ബദരീങ്ങളും ഉഹദീങ്ങളും ഉൾക്കൊള്ളുന്ന സ്വഹാബത്താണ് ആ നാട് അധീനപ്പെടുത്തിയത്. അതിന്റെ താക്കോൽ ഏറ്റുവാങ്ങാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോയിട്ട് ഏറ്റുവാങ്ങിയതാണ്.
ഇത് ഈ പ്രവാചകന്മാരെ മുഴുവൻ തള്ളിക്കളയുകയും ഈസാ നബി അലൈഹിസ്സലാം ജാരപുത്രനാണെന്ന് വിശ്വസിക്കുകയും നബിയിലും പരിശുദ്ധ ഖുർആനിലും വിശ്വസിക്കാത്ത കാഫിറുകളായ യഹൂദികൾക്ക് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തതാകുന്നു. അവർ തങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അത് നിയമവിധേയമായ രാജ്യമാണ്, അത് അവർക്കുള്ളതാണ്, അത് അധിനിവേശ ഭൂമിയല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, അവർ ഏതെങ്കിലും ആയത്തുകൾ തെറ്റായി ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും അതിന് പ്രചാരണം നൽകരുത്. ഒരു ഗ്രൂപ്പിലേക്കും അത് ഫോർവേഡ് ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. അത് അയക്കാമാർക്ക് ഇത് മനസ്സിലാകുകയും ഇതിന്റെ നെല്ലും പതിരും തിരിച്ചറിയുകയും ചെയ്യുന്ന ആളുകൾക്ക് അത് അയച്ചു കൊടുക്കാം, അതിന്റെ നേരറിയാൻ വേണ്ടി. അതല്ലാതെ ഒരു ഗ്രൂപ്പിലേക്ക് അയച്ചാൽ ഞാൻ പറയുന്നു, ഞാൻ ഭയപ്പെടുന്നു, ഫ്രൈഡേ ഫോറം ഗ്രൂപ്പിൽ ഈ വീഡിയോ കണ്ട അധിക പേരും ഈ പറയുന്നത് സത്യമാണെന്നാണ് മനസ്സിലാക്കുക. കാരണം അതിലൊരായത്താണ് ഉദ്ധരിക്കുന്നത് മാഇദയിലെ. അത് തുറന്നു നോക്കുമ്പോൾ അല്ലാഹു തആല മൂസാ നബിയിലൂടെ വാഗ്ദാനം നൽകുന്നതാണ് കാണുന്നത്. ഇത് ആർക്ക് വാഗ്ദാനം നൽകി, എപ്പോ നൽകി, ഏത് പശ്ചാത്തലത്തിൽ, ആർക്കാണ് ഇത് ബാധകം? ഇതൊന്നും തിരിച്ചറിയാൻ കഴിയുന്നവരല്ല ആ ഗ്രൂപ്പിലുള്ളവർ. ഒരിക്കലും അമ്മാതിരി പണി ചെയ്തു പോകരുത്. അങ്ങേയറ്റത്ത് ഇസ്ലാമിനോടും അള്ളാഹിനോടും അള്ളാഹുവിന്റെ ദീനിനോടുമുള്ള ദ്രോഹം, വിദ്രോഹമാകുന്നു അത്തരം പ്രവൃത്തികൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാഹു തആല കൽപ്പിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതുമായ പോരാട്ടമാകുന്നു. സത്യത്തിന് വേണ്ടി, ആ പുണ്യഭൂമി മോചിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നമ്മുടെ ആദ്യത്തെ ഖിബലയായ നബിയുടെ ഇസ്രാ മിഅ്റാജിന്റെ കേന്ദ്രമായ ആ മസ്ജിദുൽ അഖ്സ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. നാം അവരോടൊപ്പം നിൽക്കണം. നമുക്ക് ശാരീരികമായി ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ചുരുങ്ങിയത് നമ്മുടെ കരളുരുകിയ ദുആയെങ്കിലും അവർക്ക് വേണ്ടി നാം അർപ്പിക്കണം. അതിന് വിരുദ്ധമായ ഇത്തരം ക്ഷുദ്രമായ ആശയങ്ങൾ അത് നാം ഉൾക്കൊള്ളുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി നാളെ മഹ്ശറ സഭയിൽ ഈ പ്രവാചകന്മാർക്കും ഗ്രന്ഥങ്ങൾക്കും ഖുലഫാഉർ റാഷിദീങ്ങൾക്കും അശറത്തുൽ മുബശ്ശിരീങ്ങൾക്കും എതിരായ വാദഗതിയുമായി അവിടെ ചെന്ന് നിൽക്കുമ്പോഴുള്ള അവസ്ഥ ഒരു ഉൾക്കിടിലത്തോടു കൂടി നാം ഓർക്കേണ്ടതുണ്ട്. ആ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തു ദുഖാന്റെ തുടർന്നുള്ള ആ ആയത്തുകൾ ഒന്ന് ഓടിക്കുക മാത്രം ചെയ്തുകൊണ്ട് ഈ സൂറത്ത് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ അല്ലാഹു തആല വമാ ഖലഖന സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ, ഈ ആകാശങ്ങളെയും ഭൂമിയെയും പ്രപഞ്ചത്തെയും ഇതിലുള്ള ചരാചരങ്ങളെയും നാം കളി തമാശയായി സൃഷ്ടിച്ചിട്ടുള്ളതല്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. ലാഇബീൻ, വിനോദമായിട്ട്. മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ്, വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി സത്യസമേതമാകുന്ന അല്ലാഹു തആല സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളത്. വലാകിൻ അക്സറഹും ലാ യഅലമൂൻ, പക്ഷെ ജനങ്ങളിൽ ഭൂരിഭാഗവും അത് അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഇത് പറയുന്നത്, ഇവിടെ മനുഷ്യനെ വിശേഷ ബുദ്ധിയോടുകൂടി നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി മനുഷ്യനെ ധാരാളം യോഗ്യതകൾ നൽകിക്കൊണ്ട് ഈ ഭൂലോകം അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇവിടെ കുറച്ചാളുകള് ഈ ജീവിതം പരീക്ഷണമാണ്, അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നു. അങ്ങനെ അങ്ങേയറ്റത്തെ ക്ലേശങ്ങളോടും ത്യാഗങ്ങളോടും കഷ്ടപ്പാടുകളോടും കൂടി ഈ ലോകത്തോട് വിട പറയുന്നു. വേറൊരു വിഭാഗം എന്നല്ല, ജനങ്ങളിൽ ഭൂരിഭാഗവും ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് പാപകർമ്മങ്ങൾ അനുവർത്തിച്ചുകൊണ്ട് സഹജീവികൾക്കും ലോകത്തിനും ലോകർക്കും ഫസാദ് ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കുന്നു. അവരും ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകുന്നു. ഇതിന് ഒരു കർമ്മഫലം അനുഭവിക്കുന്ന ഒരു ലോകം വരാനില്ലെങ്കിൽ ഈ തെമ്മാടികൾക്ക് അവരുടെ തെമ്മാടിത്തത്തെ കുറിച്ച് ചോദ്യം ചെയ്യുകയും വിചാരണ ചെയ്യുകയും അതിന് ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്ന
ഒരു ലോകം വരാനില്ലെങ്കിൽ, ഇവിടെ അങ്ങേയറ്റത്തെ ത്യാഗനിർഭരമായ ജീവിതം നയിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും ഏൽപ്പിക്കാതെ സാധ്യമായ പരോപകാരം ചെയ്തുകൊണ്ട് ജീവിച്ച സജ്ജനങ്ങളായ ആളുകൾക്ക് അതിന്റെ ഫലം ലഭിക്കുന്നില്ലെങ്കിൽ ഈ ജീവിതം ഇത് കേവലം വ്യർത്ഥമാണ്. അങ്ങനെ വ്യർത്ഥമായിട്ടല്ല അല്ലാഹു തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. വമാ ഖലഖ്നാഹുമാ ഇല്ലാ ബിൽ ഹഖ്, വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി സത്യസമേതമാണ്. അതുകൊണ്ട് തന്നെ ഈ ജീവിതം നിരർത്ഥകമല്ല. അങ്ങനെയാണ് ജനങ്ങളിൽ വലാകിൻ അക്സറഹും ലാ യഅലമൂൻ അധികവും മനസ്സിലാക്കുന്നത്. ഖുർആനിൽ ജനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അക്സറഹും ലാ യഅലമൂൻ, അധികവും ഭൂരിപക്ഷവും അറിയുന്നില്ല. അക്സറഹും ലാ യഅഖിലൂൻ, അധികവും ചിന്തിക്കുന്നില്ല. അക്സറഹും ലാ യശ്കുറൂൻ, അധികവും അല്ലാഹു തആലയുടെ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കുന്നില്ല. ഇങ്ങനെ ഭൂരിപക്ഷത്തെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞത് അവർ തെമ്മാടികളാണ്, അവർ ഫാസിഖുകളാണ്, അവർ ചിന്തിക്കാത്തവരാണ്, അവർ അറിവില്ലാത്തവരാണ് എന്നാണ്. എന്നാൽ ന്യൂനപക്ഷത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ, വളരെ കുറച്ച് പേർ മാത്രമേ മൂസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചിട്ടുള്ളൂ. കുറച്ച് പേർ മാത്രമേ മുൻകഴിഞ്ഞ പ്രവാചകന്മാരിൽ വിശ്വസിച്ചിട്ടുള്ളൂ. എന്റെ ദാസന്മാരിൽ വളരെ കുറച്ച് പേർ മാത്രമേ നമ്മോട് ശുക്ർ ചെയ്യുന്നുള്ളൂ. അപ്പൊ നന്മയുടെ കാര്യം പറയുമ്പോൾ, അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ, നിർമാർഗത്തിലൂടെ ജീവിക്കുന്ന കാര്യം പറയുമ്പോൾ, സത്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ മുന്നോട്ട് വന്നവരുടെ കാര്യം പറയുമ്പോൾ, കം മിൻ ഫിയത്തിൻ ഖലീലത്തിൻ, ചെറിയ ചെറിയ സംഘങ്ങളാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. നമ്മൾ എന്ത് കാര്യം പറയുമ്പോൾ എന്താ നമ്മളെ ന്യായീകരണം? അല്ല, അതിപ്പോ ആൾക്കാരൊക്കെ അങ്ങനെയല്ലേ പറയുന്നത്, എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ഹജ്ജിനും ഉംറയ്ക്കും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി ഹദീസിൽ പറഞ്ഞിട്ടുള്ളതാണ്, മഹ്റമില്ലാതെ ഹജ്ജിനോ ഉംറക്കോ പോകാൻ പാടില്ല എന്നല്ല. സ്ത്രീകൾ ഒരു രാത്രിയും പകലും ദൈർഘ്യമുള്ള യാത്ര പോകാൻ പാടുള്ളതല്ല. എന്നാൽ ഇപ്പോൾ നൂറുകണക്കിന് പെണ്ണുങ്ങൾ, മഹ്റമികളില്ലാത്തവർ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുന്നു. അതിന് വലിയ പ്രചരണം കൊടുക്കുകയാണ്. അതിലെ പൈലറ്റുമാർ പെണ്ണുങ്ങളാണ്, അതിലെ സ്റ്റാഫ് പെണ്ണുങ്ങളാണ്, ലേഡീസ് ഓൺലി. ഇതിന് പ്രചാരണം കൊടുക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ ഹജ്ജിനും ഉംറയ്ക്കും മഹ്റമില്ലാതെ യാത്ര ചെയ്യുന്നു. ചോദിക്കുമ്പോൾ മറുപടി എന്താണ്? എല്ലാവരും പോകുന്നില്ലേ? പലിശക്ക് കടമെടുക്കരുത്, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കരുത് പറഞ്ഞാൽ എന്താണ് മറുപടി? എല്ലാവരും എടുക്കുന്നില്ലേ? വണ്ടി വാങ്ങുന്നത് അങ്ങനെയല്ലേ, കിണ്ടി വാങ്ങുന്നത് ഇങ്ങനെയല്ലേ, വീടുണ്ടാക്കുന്നത് അങ്ങനെയല്ലേ, പലിശക്ക് കടമെടുക്കാതെ എങ്ങനെ ബിസിനസ് നടത്തും? എല്ലാവരും അങ്ങനെയല്ല ചെയ്യുന്നത്. എല്ലാവരും എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ഭൂരിഭാഗം തെമ്മാടികൾ, ഫാസിഖൂൻ, അവരധികവും തെമ്മാടികളാണ്. ആ തെമ്മാടികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനാണോ നാം പോകേണ്ടത്? അക്സറുഹും ലാ യഅഖിലൂൻ, ഭൂരിഭാഗവും ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കാത്ത നാൽക്കാലികളെ പോലെ, അവർ നാൽക്കാലികളെ പോലെയാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ആ കൂട്ടത്തിലാണ് നാം ഉൾപ്പെടേണ്ടത്. അതല്ല നമ്മുടെ ദാസന്മാരിൽ വളരെ കുറച്ച് പേരെ ശുക്ർ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ ആ കൂട്ടത്തിലാണോ? വളരെ കുറച്ച് പേരെ ഈമാൻ കൈക്കൊള്ളുകയുണ്ടായുള്ളൂ എന്ന് പറഞ്ഞ കൂട്ടത്തിലാണോ? നാളെ മഹ്ശറവൻ സഭയിൽ സ്വർഗാവകാശികളെയും നരകാവകാശികളെയും വേർതിരിക്കുമ്പോൾ ഹദീസിൽ വന്നിട്ടുണ്ട്. എന്താണ് അനുപാതം നാം മനസ്സിലാക്കിയത്? ഭൂരിപക്ഷം സ്വർഗത്തിക്കല്ല, നരകത്തിൽ പോകുന്നത് ന്യൂനപക്ഷമല്ല, ഭൂരിപക്ഷവും ജഹന്നമിലാണ്. ന്യൂനപക്ഷം മാത്രമാണ് മനുഷ്യ സമൂഹത്തിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. ആ ന്യൂനപക്ഷത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കണമോ? അംബിയാ മുർസലീങ്ങളോടൊപ്പം നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പലിൽ 80 പേരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ലക്ഷോപലക്ഷം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കൂടെ സ്വന്തം ഭാര്യയും ജ്യേഷ്ഠന്റെ പുത്രനും മാത്രമാണ് ഈമാൻ കൈക്കൊണ്ടുകൊണ്ട് ഹിജ്റ പോയത്.
ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ലൂത്ത് നബിയുടെ കുടുംബം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഭാര്യ പോലും ഉണ്ടായിട്ടില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഈജിപ്തിലെ ഭൂരിപക്ഷം ഉണ്ടായിട്ടില്ല, ന്യൂനപക്ഷമാണ് ഉണ്ടായത്. നാം മുഅ്മിനീങ്ങളാകണമോ? നാളെ പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ന്യൂനപക്ഷത്തിന്റെ കൂടെ പ്രവേശിക്കണമോ? എന്നാൽ അവരങ്ങനെ ചെയ്യുന്നു, ഇവരങ്ങനെ ചെയ്യുന്നു, ഭൂരിപക്ഷം അങ്ങനെയാണ്, അധികപേരും ഇങ്ങനെയാണ് എന്ന അന്തം കെട്ട വർത്താനം നാം ഉപേക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ വേദഗ്രന്ഥവും മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷരായ സത്യവിശ്വാസികളോടൊപ്പമാണ് നാം ഉണ്ടാകേണ്ടത്. ഇന്ന് ഫലസ്തീനിൽ സത്യത്തിന് വേണ്ടി അടരാടിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളിലെ ന്യൂനപക്ഷമാണ്. അവരോടൊപ്പമാണ് നമ്മുടെ മനസ്സും നമ്മുടെ കൽബും നമ്മുടെ ദുആയും ഉണ്ടാകേണ്ടത്. എന്നിട്ട് അല്ലാഹു തആല അവസാനം പറയാണ്, ഈ അല്ലാഹു തആല കളിതമാശയായി വിനോദമായിട്ട് സൃഷ്ടിച്ചതല്ല, വളരെ വ്യക്തമായ സ്വോദ്ദേശത്തോടു കൂടിയാണ്. ഭൂരിപക്ഷം അങ്ങനെയല്ല, ലോകം നിരർത്ഥകമാണ്, ഇവിടെ ഹിസാബും കിതാബും ഇല്ല എന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷവും അതിനെക്കുറിച്ച് അറിയാത്തവരാണ്. എന്നിട്ട് പറയാണ്, ഇന്ന യൗമൽ ഫസ്ലി മീഖാത്തുഹും അജ്മഈൻ, അവരുടെ എല്ലാവരുടെയും മീഖാത്ത്, അവർക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസം. മീഖാത്ത് എന്ന് നമുക്കറിയാലോ, ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതാണ്. എന്ന മീഖാത്ത് എന്നാ പറഞ്ഞത്. മീഖാത്ത് അവിടെ നിന്നാണ് തീരുമാനം എടുക്കുക, അവിടെ നിന്നാണ് യഥാർത്ഥ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് നാളെ മഹ്ശറ വൻസഭയിലാണ്. യൗമ ലാ യുഗ്നി മൗലൻ അൻ മൗലൻ ശൈആ, അന്ന് ഒരു രക്ഷാധികാരിക്കും ഒരു മാതാപിതാക്കൾക്കും ആർക്കും തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രയോജനം ചെയ്യാൻ കഴിയാത്ത ദിവസമാണ്. വലാഹും യുൻസറൂൻ, ഒരു ഭാഗത്തു നിന്നും സഹായിക്കപ്പെടൂല. ഇല്ലാ മൻ റഹിമല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ചവരൊഴികെ. ഇന്നഹു ഹുവൽ അസീസുർ റഹീം, അവൻ അങ്ങേയറ്റത്തെ പ്രതാപശാലിയും കാരുണ്യവാനുമാണ്. അല്ലാഹു തആലാന്റെ കാരുണ്യത്തിന് അർഹമാകത്തക്ക ഈമാനും അമലുമായി വന്നവർ ഇല്ലാ മൻ റഹിമല്ലാഹ്, അവർക്ക് അല്ലാഹു തആലാന്റെ കാരുണ്യം ലഭിക്കും, അവർക്ക് മാത്രമാണ് രക്ഷ. ഇന്ന ഷജറത സഖൂം, പഴമുൽ അസീം കൽമുഗ്ലി യഗ്ലി ഫിൽ ബുത്തൂൻ കഗലിൽ ഹമീം. നാളെ നരകവാസികൾക്കുള്ള ആഹാരത്തെ കുറിച്ചാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. നരകവാസികൾക്ക് അല്ലാഹു തആല നൽകുന്ന ആഹാരങ്ങളെ കുറിച്ച് ഇവിടെ സഖൂം എന്ന് പറഞ്ഞു, ബരീൽ എന്ന് വേറൊരു പറഞ്ഞിട്ടുണ്ട്. ഹമീം എന്നതാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കപ്പെടുക. അതൊക്കെ തന്നെ നരകത്തിലുള്ള അവരുടെ വിവിധ ശിക്ഷാമുറകളിൽ പെട്ടതാണ്. അവർക്ക് തിന്നാൻ കൊടുക്കുന്നതും ശിക്ഷയാണ്, അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നതും ശിക്ഷയാണ്. എന്നിട്ടോ അല്ലാഹു തആല സബാനിയാക്കളോട് ഉത്തരവിടും, പിടിക്കൂ അവരെ ജഹന്നമിൽ കൊണ്ടുപോയി തള്ളൂ. എന്നിട്ടോ അസീസുൽ കരീം, നീ അനുഭവിക്ക്, നീ ലോകത്ത് വലിയ പ്രതാപശാലിയായി ജീവിച്ചവനല്ലേ, ലോകത്ത് വലിയ പത്രാസുള്ളവനായിരുന്നില്ലേ, ഇവിടുന്ന് ഇങ്ങനെ ഉത്തരവിടുകയായിരുന്നില്ലേ, നിഷ്ഠൂരമായി എന്റെ ദാസന്മാരെ കൈകാര്യം ചെയ്യുന്നവരായിരുന്നില്ലേ, നീ അനുഭവിക്കുക. ഇന്നക അൻതൽ അസീസുൽ കരീം ഇന്ന ഹാദാ മാ കുൻതും ബിഹി തംതറൂൻ. ഈ ജീവിതത്തെ കുറിച്ചായിരുന്നു, ഈ രക്ഷാശിക്ഷകളെ കുറിച്ചായിരുന്നു നിങ്ങൾ സംശയഗ്രസ്തരായിരുന്നത്, നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരുന്നത്. ഇനിയോ ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ, ഈ പ്രവാചകന്മാരിൽ വിശ്വസിച്ചു, വേദഗ്രന്ഥങ്ങൾ അംഗീകരിച്ചു, ഈ ജീവിതം പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി, അല്ലാഹു തആലയാണ് നമ്മുടെ സൃഷ്ടാവ്, യജമാനൻ, അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്, ഇവിടെ ചെയ്യുന്ന അമലുകൾക്കാണ് നാളെ പാരത്രിക ലോകത്ത് പ്രതിഫലം ലഭിക്കുക, അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്തുകൊണ്ട് നേരായ മാർഗത്തിൽ സജ്ജനങ്ങളായി ജീവിച്ചാൽ മാത്രമേ അവിടെ രക്ഷപ്പെടുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കി തഖ്വ ചെയ്തുകൊണ്ട് ജീവിച്ചവർ ഫീ മഖാമിൻ അമീൻ, അവർ അങ്ങേയറ്റത്തെ നിർഭയമായ പാർപ്പിടങ്ങളിലായിരിക്കും.
ഫീ ജന്നാത്തിൻ വഉയൂൻ, അവര് സ്വർഗപൂന്തോപ്പുകളിൽ ആറുകളിൽ അവർ ആറാടിക്കൊണ്ടിരിക്കും. യൽബസൂന മിൻ സുന്ദുസിൻ വഇസ്തബ്റഖിൻ മുതഖാബിലീൻ, അവർക്ക് അവിടെ പട്ടുടയാടകളുണ്ട്. കദാലിക വസവ്വജ്നാഹും ബിഹൂരിൻ അഈൻ, അവർക്ക് നാം ഹൂറുൽ അഈങ്ങളെ ഇണകളാക്കി കൊടുക്കും. യദഉന ഫിഹാ ബികുല്ലി ഫാകിഹത്തിൻ ആമിനീൻ, അങ്ങേയറ്റത്തെ നിർഭയത്വത്തോടുകൂടി അവർ എല്ലാവിധ ഫലമൂലാദികളും ആവശ്യപ്പെടും. പരിചാരകന്മാർ അവർക്കതിങ്ങനെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. ലാ യദൂഖൂന ഫീഹൽ മൗത ഇല്ലൽ മൗതത്തൽ ഊലാ, നിങ്ങൾക്ക് അവർക്കവിടെ ഒരിക്കലും മരണത്തിന്റെ രുചി അറിയേണ്ടി വരികയില്ല. നേരത്തെ ഈ ലോകത്ത് വെച്ച് മരിച്ച മരണം മാത്രമാണ് അവർക്കവിടെ ഉണ്ടാകുക. അല്ലാഹു തആല അവരെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഒരു സഹിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗാവകാശികൾ സ്വർഗത്തിലും നരകാവകാശികൾ നരകത്തിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൗത്ത് എന്ന ആ പ്രതിഭാസത്തെ ഒരു കൊറ്റനാടിന്റെ ആകൃതിയിൽ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ആ സ്വർഗാവകാശികൾക്കും നരകാവകാശികൾക്കും കാണത്തക്ക ഒരു സ്ഥലത്ത് ഇങ്ങനെ നിർത്തും, ഒരു കൊറ്റനാടിന്റെ ആകൃതിയിൽ. എന്നിട്ടോ സുമ്മയുഖാൽ, അവരോട് ചോദിക്കപ്പെടും, ആരാണ് ഈ കൊണ്ടുവന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അവർക്കെല്ലാവർക്കും മനസ്സിലാകും, കാരണം എല്ലാവരും ഈ മരണത്തിന്റെ രുചി അറിഞ്ഞതാണ്. മരണം എന്ന കവാടത്തിലൂടെ പരലോകത്തേക്ക് യാത്ര തിരിച്ചവരാണ്. അവർ പറയും, അതെ, ഇത് മൗത്താകുന്നു, മരണമാകുന്നു. അപ്പോൾ അവിടെ വെച്ച് ആ കൊറ്റനാടിനെ അറുക്കും. എന്നിട്ട് സുമ്മയുഖാലു യാ അഹ്ലന്നാർ, നരകവാസികളോട് പറയപ്പെടും, നരകവാസികൾ അല്ലാഹു തആല വിളിക്കും. അപ്പൊ അവർ വലിയ പ്രതീക്ഷയോടുകൂടി ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വല്ല വിളിയുമാണോ എന്ന പ്രതീക്ഷയോടുകൂടി അവര് നോക്കും. അപ്പോഴാണ് ഈ മരണം ഒരു കൊറ്റനാടിന്റെ രൂപത്തിൽ കൊണ്ടുവരപ്പെട്ടതായി കാണുക. അവരോട് ചോദിക്കും, അവർ പറയും, അതെ, ഇത് മരണമാണ്. എന്നിട്ട് രണ്ട് കൂട്ടർക്കും കാണത്തക്ക രൂപത്തിൽ ആ മരണത്തെ അല്ലാഹു തആല അറുക്കും. എന്നിട്ടോ യുഖാൽ, പിന്നീട് അവിടെ വെച്ച് പറയപ്പെടും, സ്വർഗവാസികളെ, യാ അഹ്ലൽ ജന്ന ഖുലൂദുൻ ലാ മൗത്ത്, സ്വർഗവാസികളെ, നിങ്ങൾക്ക് എന്നെന്നും അനശ്വരമായ ജീവിതമാണുള്ളത്, ഇനി മരണമില്ല. വയാ അഹ്ലൻ നാർ, നരകവാസികളെ, ഖുലൂദുൻ വലാ മൗത്ത്, നിങ്ങൾക്ക് ഇനി മരണമില്ല, നിങ്ങൾക്ക് അമരത്വമാണുള്ളത്, ഇനി മരണമില്ല. ഇത് സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളമാണ്. എന്നാൽ ഖൽബിൽ അല്പമെങ്കിലും കടുകുമണി തൂക്കം ഈമാനുള്ളവർ, അഥവാ അവരുടെ പാപകർമ്മങ്ങളുടെ പേരിൽ തൗബ ചെയ്യാതെ അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ ആ ശിക്ഷ അനുഭവിച്ച ശേഷം അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. അടിസ്ഥാനപരമായി വിജയപരാജയങ്ങളുടെ നിദാനം, അതിന്റെ അടിസ്ഥാനം ഈമാനാകുന്നു. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഈമാൻ. ആ ഈമാനുള്ളവർ രക്ഷപ്പെടും, അല്ലാത്തവർക്ക് നരകത്തിൽ ശാശ്വത ശിക്ഷയാണ്. വേറെ ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹും രണ്ടുപേരും കൂടെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, ഈ കൊറ്റനാടിനെ അറുത്ത ശേഷം, മരണത്തെ അറുത്ത ശേഷം സ്വർഗവാസികളെ വിളിച്ച് പറയപ്പെടും, ഇന്നലക്കും അൻ തസിഹു ഫലാ തസ്ഖമു അബദാ, നിങ്ങൾക്കിനി ഒരിക്കലും രോഗം ബാധിക്കുകയില്ല, നിങ്ങൾ എന്നെന്നും അരോഗ ദൃഢഗാത്രരായി പൂർണ്ണ ആരോഗ്യവാന്മാരായി ജീവിക്കും. വഇന്നലക്കും അൻ തഈശു ഫലാ തമൂതു അബദാ, നിങ്ങൾക്കിനി എന്നെന്നും ജീവിതമാണ്, ഒരിക്കലും മരണമില്ല.
وأن لكم أن تنعموا فلا تبأسوا أبدا. നിങ്ങൾക്കിനി എന്നെന്നും ആനന്ദകരമായ ജീവിതം മാത്രമാണ്. നിങ്ങൾക്കെപ്പോഴും സന്തോഷമാണ്, സമാധാനമാണ്. ഒരിക്കലും നിങ്ങളെ നിരാശ ബാധിക്കുകയില്ല. ഈ ലോകത്ത് എത്ര തന്നെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അതില് നിരാശരാവേണ്ടി വരും. രോഗബാധിതനായി ശയ്യയിൽ കിടക്കുമ്പോൾ എത്ര സുഖ സൗകര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു കാര്യമില്ല. അങ്ങനെ യാതൊരു നിരാശയും നിങ്ങളെ ബാധിക്കുകയില്ല. എന്നെന്നും ആനന്ദിതരായിക്കൊണ്ട് നിങ്ങൾ ഈ സ്വർഗത്തിൽ ഉല്ലസിച്ചുകൊണ്ട് ജീവിക്കും. നിങ്ങൾക്കൊരിക്കലും പ്രായമാകുകയില്ല. എന്നെന്നും യൗവനത്തിലായിരിക്കും. യുവതീ യുവാക്കളായിക്കൊണ്ട് ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച ആ പ്രായത്തിലായിരിക്കും എന്നെന്നും നിങ്ങൾ ഉണ്ടാകുക എന്ന് സ്വർഗവാസികളോട് വിളിച്ചു പറയപ്പെടും. ഇത് കേൾക്കുമ്പോൾ സ്വർഗവാസികൾ സന്തോഷത്തിൻ്റെക്കാൾ അങ്ങേയറ്റത്തെ അതിരേകത്തിലായിത്തീരും. എന്നാൽ നരകവാസികളോട് ഇനി മരണമില്ല എന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തെ ദുഃഖിതരും വ്യസനിതരും എല്ലാമായ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേദനയും അവരുടെ ബേജാറും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു തആല ക്രൂരനാണ് തോന്നുന്നുണ്ടോ? ഒന്നിപ്പോ ഫലസ്തീനിലേക്കൊന്നാണ് നോക്കിയാൽ മതി. ആ ഫലസ്തീനിലെയും ലബനാനിലെയും സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ളവരെ നിഷ്ഠൂരമായി കൈകാര്യം ചെയ്യുന്നവർ നമ്മുടെ നാട്ടിൽ ആൾക്കൂട്ടാക്രമണങ്ങൾക്ക് വിധേയരായി ചെറുപ്പക്കാരായ മുസ്ലിം യുവാക്കൾ കൊല്ലപ്പെടുമ്പോൾ, എത്രയോ വനിതകൾ ബലാത്സംഗം ചെയ്യപ്പെടുമ്പോ മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെയാണ് അത് ചെയ്യുന്നതെങ്കിൽ വേറെ മറ്റെല്ലായിടത്തും മുസ്ലിങ്ങളെയാണ്. ബർമയിലേക്ക് നോക്കൂ. ഇങ്ങനെ ലോകത്ത് ഈ തെമ്മാടിക്കൂട്ടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ദിവസമാകുന്നു. അവിടെ വെച്ച് ആ തെമ്മാടികളെ അല്ലാഹു തആല ശിക്ഷിക്കുന്നത് സ്വർഗവാസികൾക്ക് കാണിച്ചു കൊടുക്കുമെന്ന് സൂറത്തുൽ അറാഫിൽ അല്ലാഹു തആല വിവരിക്കുന്നുണ്ട്. നാം പരിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം ഒന്ന് കൂടുതൽ ശക്തിപ്പെടുത്തണം. ഖുർആൻ നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമായിരിക്കണം. ഇത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, ഇതിന്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈമാൻ ദൃഢതരമാവുകയും ഈ സത്യത്തിന്റെ മാർഗത്തിൽ എത്ര തന്നെ ക്ലേശങ്ങളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നാലും ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തിയായ ഈമാൻ നമുക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.